അങ്ങനെ സെറ്റിൽ എന്തെങ്കിലും ഒരു ക്ലാരിഫിക്കേഷൻ ഉണ്ടെങ്കിൽ ഹരൻ സാർ പറയും, അത് MT-നോട് ചോദിക്കണം. സോ MT സാറിന്റെ അപ്രൂവൽ ഇല്ലാണ്ട് ഒന്നും ചെയ്യുന്നതായിട്ട് ഹരൻ സാർ എന്തെങ്കിലും ഒരു ഓൾട്ടറേഷൻ വരുത്തണമെങ്കിൽ തന്നെ ഒന്നാമത് ഓൾട്ടറേഷൻ വരുത്തേണ്ടി വരില്ല. ബിക്കോസ് എവറിത്തിങ് വിൽ ബി ഓൺ ദ സ്ക്രിപ്റ്റ്. 8ാം ക്ലാസ്സിൽ അച്ഛൻ എഴുതിയ ഒരു പാഠഭാഗം നമുക്ക് പഠിക്കാനുണ്ട്. അത് പഠിക്കുമ്പോഴാണ് ശരിക്ക് ക്ലാസ്സിൽ ടീച്ചർമാർ നമ്മളെ നോക്കും, കൂടെ പഠിക്കുന്ന കുട്ടികൾ നമ്മളെ നോക്കും. അപ്പം ആദ്യം ഇതൊരു വല്ലായ്മയായിരുന്നു. പിന്നെ മനസ്സിലായി ഈ പുസ്തകത്തിലുള്ള മറ്റുള്ള എഴുത്തുകാരുടെ ഒപ്പം ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന എൻ്റെ അച്ഛൻ്റെ ഒരു പാഠഭാഗം കൂടി ഞാൻ പഠിക്കുന്നു. മലയാള സാഹിത്യ സൗരപഥത്തിൽ അക്ഷരത്തെളിച്ചമാർന്ന അരുണോദയങ്ങൾ അനവധിയേകിയ ജ്ഞാന സൂര്യൻ. എഴുത്തിന്റെ 7 അഴകുകൊണ്ട് മലയാളി മനസ്സിലാകെ മായാത്ത മാരിവില്ലിൻ ചന്തമൊരുക്കിയ കഥാകാരൻ. സാഹിത്യരംഗത്തും സിനിമാരംഗത്തും മനോഹരവും മാസ്മരികവുമായ തൂലികാസ്പർശത്താൽ രചനാ വൈദഗ്ധ്യത്തിന്റെ നിത്യവസന്തം തീർത്തു MT വാസുദേവൻ നായർ എന്ന സർഗധനൻ. സങ്കീർണവും സങ്കടകരവുമായ മനുഷ്യ മനോഭാവനകളെ ഇത്രയേറെ അറിഞ്ഞനുഭവിച്ച് അനാവരണം ചെയ്ത് പുസ്തകത്താളുകളിലൂടെയും ചലച്ചിത്ര കാഴ്ചകളിലൂടെയും മലയാളികൾക്ക് പകർന്നേകിയ മറ്റൊരു രചയിതാവില്ല എന്നത് ഉറപ്പാണ്. വാക്കുകളുടെ സൗന്ദര്യവും സൗരഭ്യവും കൊണ്ട് അനുവാചക ഹൃദയങ്ങളെ ആസ്വദിപ്പിച്ച് ആനന്ദിപ്പിച്ച MT എന്ന മഹാപ്രതിഭയെ തേടി ജ്ഞാനപീഠവും പത്മഭൂഷണും പത്മവിഭൂഷണുമടക്കം പുരസ്കാരങ്ങൾ അനേകമെത്തി. കാലത്തിന്റെ കടലാസിൽ ഒരിക്കലും മായാത്ത കയ്യൊപ്പ് ചാർത്തിയ കരകൗശലത്തിന്റെ ഉടമയ്ക്ക് പ്രണാമം. ഓർമ്മയിലെന്നും MT വാസുദേവൻ നായർ. ഇന്ന് MT വാസുദേവൻ നായർ എന്ന ആ അതുല്യ പ്രതിഭയുടെ ജ്വലിക്കുന്ന ഓർമ്മകളുമായി എപ്പിസോഡിലേക്ക് ആദ്യം എത്തുന്നത് മലയാളമടക്കം നിരവധി ഭാഷകളിലെ മികച്ച പ്രകടനങ്ങളുമായി കഴിഞ്ഞ 4 പതിറ്റാണ്ടിലധികമായി സിനിമാ ലോകത്തെ നിറസാന്നിധ്യമായ ഒരു അഭിനേതാവ്. നിരവധി ഭാഷകളിൽ അദ്ദേഹത്തെ നമ്മൾ കണ്ടിട്ടുണ്ട്. അഭിനേതാവായി കണ്ടു, നർത്തകനായി കണ്ടു. സർവോപരി MT വാസുദേവൻ നായരുടെ തിരക്കഥയിൽ അതിമനോഹരമായ നിരവധി കഥാപാത്രങ്ങളെ വെള്ളിത്തിരിയിൽ അവതരിപ്പിച്ച് ഫലിപ്പിച്ച നടൻ. സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഈ വേദിയിലേക്ക് അഭിനേതാവ് വിനീത്. വിനീതേട്ടാ, വളരെ നന്ദി വന്നതിൽ. ഇപ്പം ഞാൻ ആമുഖത്തിൽ പറഞ്ഞതുപോലെ 8 സിനിമകളിലാണ് അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങൾ അഭിനയിച്ചിട്ടുള്ളത്. ഒരുപക്ഷെ വിനീതൻ്റെ കരിയർ ഇങ്ങനെ നമ്മുടെ അടുത്ത് പരിശോധിക്കുമ്പോൾ നാഴികക്കല്ലുകൾ പോലെ എല്ലാ ഇടവേളകളിലും അദ്ദേഹത്തിൻ്റെ ഗംഭീരമായിട്ടുള്ള കഥാപാത്രങ്ങൾ വിനീതനെ തേടിയെത്തിയിട്ടുണ്ട്. അതും വളരെ ചെറുപ്പത്തിൽ തന്നെ അദ്ദേഹം എഴുതിയിരുന്ന കഥയും കഥാപാത്രങ്ങളും എല്ലാം ഒരു മുതിർന്ന മനുഷ്യൻ്റെ വലിയ മാനസിക വ്യാപാരങ്ങളിലൂടെ പോകുന്നതായിരുന്നിരിക്കെ വളരെ കൗമാരത്തിൽ തന്നെ അത്തരത്തിലുള്ള കഥാപാത്രങ്ങളെ ചെയ്യാനുള്ളൊരു അവസരവും കിട്ടിയിട്ടുണ്ട്. എപ്പോഴായിരുന്നു ആദ്യം കണ്ടതെന്നുള്ളത് ഓർക്കുന്നുണ്ടോ അദ്ദേഹത്തിനെ? സരസ്വതി ടീച്ചറുടെ, കലാമണ്ഡലം സരസ്വതി ടീച്ചറുടെ ശിഷ്യനാണ്. 83 മുതലായിരുന്നു എൻ്റെ ഡാൻസ് ക്ലാസ്സസ്. അപ്പോൾ ഞാൻ തലശ്ശേരിയിൽ നിന്ന് കോഴിക്കോട് എല്ലാ വീക്കെൻഡ്സിലും പോകും ക്ലാസ്സിന്. അപ്പം MT സാറിൻ്റെ ഭാര്യയാണ്. MT സാർ ഇസ് എ ഗ്രേറ്റ് മാൻ, അതൊക്കെ അറിയാമെന്ന്. പക്ഷേ അവിടെ നൃത്ത പഠനമായിരുന്നു. ടീച്ചറുമായിട്ടുള്ള വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടും ശാസ്ത്രീയമായിട്ടുമുള്ള ചിട്ടയോടുകൂടിയുള്ള പരിശീലനം നടക്കുന്ന ഒരു കാലം. അപ്പോൾ അതിൻ്റെ സീരിയസ്നെസ്സും അപ്പം അതിൻ്റെ പെർഫെക്ഷൻ ഇതൊക്കെ ആയിരുന്നു. അപ്പം അന്ന് സിനിമ ആഗ്രഹം മനസ്സിലുണ്ട്. ഏത് കൗമാരക്കാരനെ പോലെയും സിനിമയിൽ അഭിനയിക്കണം, പാട്ട് പാടണം, ഡാൻസ് എല്ലാം ഇതൊക്കെ ഉണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു 85-84 എനിക്കൊന്ന് സാറ് സജസ്റ്റ് ചെയ്തിട്ട് ഭരതേട്ടനാണ് ആദ്യം ഋഷിശൃംഗന് വേണ്ടിയിട്ട്. വൈശാലി അന്ന് ഋഷിശൃംഗൻ എന്നുള്ള പേരിലായിരുന്നു. സോ അങ്ങനെയാണ് ഒരു ഫിലിം കണക്ഷൻ. അത് കഴിഞ്ഞ് ടീച്ചർ അമ്മേനോട് പറഞ്ഞ്
നഗക്ഷതങ്ങളിന് വേണ്ടിയിട്ട് വിനീതൻ്റെ കുറച്ച് പിക്ചേഴ്സ്, ഇത് ഞാൻ പിന്നെ അറിയുന്നത് ആക്ച്വലി. അപ്പം അമ്മ ഞാൻ അറിയുന്നതിന് മുമ്പ് തന്നെ അമ്മ കുറച്ച് ഫോട്ടോസ് കൊടുത്തിരുന്നു. സോ അങ്ങനെ ആയിരിക്കണം അദ്ദേഹം ഡിസൈഡ് ചെയ്തത്. ബിക്കോസ് ഞാൻ ഒരു ദിവസം ക്ലാസ്സിന് പോകുമ്പം ടീച്ചർ അമ്മേനെ വിളിച്ചു പറഞ്ഞു ഒന്ന് ഹരനെ ഒന്ന് കാണണം. അപ്പോൾ ഞാൻ വിനീതനൊന്ന് വാസുവേട്ടൻ്റെ കൂടെ അയക്കും. അപ്പം അത് എന്തിനാണെന്നൊന്നും എനിക്കന്ന് അറിയില്ല. അപ്പം MT സാറിൻ്റെ കൂടെ ഞാൻ പോവാണ് ഹരൻ സാറിനെ കാണാൻ. അന്നാണ് ഹരിഹരൻ സാറിനെ ആദ്യം മീറ്റ് ചെയ്യുന്നത്. MT സാറിന്റെ MT കൂട്ടത്തിലാണ് സാറിനെ അതിന് അതിന് പോകുന്നത്. മുമ്പ് ഒരു പ്രാവശ്യം അദ്ദേഹത്തിന് വീട്ടില് കണ്ടതായിട്ട്, മറ്റേ ക്ലാസ്സിന് പോകുമ്പോൾ അങ്ങനെ അദ്ദേഹത്തിന്റെ അടുത്ത പോകുന്നെങ്കിലും നമ്മൾ കാണലൊന്നുമില്ല. ഇല്ലില്ല. വീട്ടില് ക്ലാസ് കഴിഞ്ഞ് ഞാൻ പോവാ. എപ്പോഴോ ഒരു പ്രാവശ്യം അദ്ദേഹം ആ സ്റ്റെയർ കേസ് ഇറങ്ങി വരുന്നത് എൻ്റെ നല്ല മെമ്മറിയിലുണ്ട്. പിന്നെ അങ്ങനെ ഒരു ഇന്ററാക്ഷനും അങ്ങനെയൊന്നുമില്ലല്ലോ, ബിക്കോസ് ഈസ് എ വെരി സീനിയർ പേഴ്സൺ. സോ അങ്ങനെ ഒരു ബ്ലെസ്സിങ് ആയിരുന്നു അത് ആക്ച്വലി. ബിക്കോസ് ഇപ്പം എന്തായാലും നഗക്ഷതങ്ങളിൽ അഭിനയിക്കാൻ പോകുന്നത് ഹരിഹരൻ സാറിനെ കാണാൻ പോകുന്നത് MT സാറിന്റെ കൂടെയാണ്. അതെ. അയ്യോ അല്ല, ആ പോക്ക് ഒരു ഭയങ്കര രസമുണ്ട്. അതായത് അന്ന് കാറ് എന്തോ പ്രശ്നമായി, ഡ്രൈവർ വന്നിട്ടില്ല എന്തോ ഇതായിട്ട് അവിടുത്തെ ഹെൽപ്പ് ചെയ്യുന്ന ആരോ ഇപ്പോൾ ഒരു ഓട്ടോറിക്ഷ പിടിച്ചുകൊണ്ടുവന്ന് സാക്ഷാൽ MT സാറിൻ്റെ സൈഡിൽ ഇരുന്നിട്ട് ആ ഓട്ടോയിലാണ്. അന്നേരം സംസാരമൊന്നുമില്ല, പുള്ളി സൈഡിലിരിക്കുന്നുണ്ട്. നേരെ പോയി റിജൻസി ഹോട്ടൽ അവിടുത്തെ. അപ്പോൾ ഹരൻ സാറൊക്കെ റിസീവ് ചെയ്യാൻ വന്നു. അപ്പം അന്ന് ONV കുറുപ്പ് അദ്ദേഹത്തിന് സാക്ഷാൽ MT സാർ നഗക്ഷതങ്ങളുടെ കഥ നെറേറ്റ് ചെയ്യുന്ന ദിവസമായിരുന്നു. സോ അത് വിറ്റ്നസ് ചെയ്യാനുള്ള ഒരു മഹാഭാഗ്യം എനിക്കുണ്ടായത്. താങ്ക് യു. ഇപ്പൊ പറഞ്ഞതുപോലെ ഹരിഹരൻ എന്നൊരു ലെജൻഡറി ഡയറക്ടറുടെ മുന്നിൽ വെച്ച് ONV എന്ന് പറയുന്ന വളരെ ലെജൻഡറി ആയിട്ടുള്ള എഴുത്തുകാരനോട് MT വാസുദേവൻ നായർ സാറ് നഗക്ഷതങ്ങളുടെ കഥ പറയുന്നത് നമ്മൾ വളരെ കൗമാരത്തിൽ നേരിട്ടിരുന്ന് കേൾക്കുകയാണ്. 15 വയസ്സിൽ 15. ആൻഡ് അതെന്തോ ഒരു മഹാഭാഗ്യമായിരുന്നു. ബിക്കോസ് അന്ന് ശരിക്കും അദ്ദേഹത്തിന്റെ കഥകൾക്ക് അങ്ങനെ ഒരു വായന എന്ന് പറയുന്ന പരിപാടി ഉണ്ടോ? അദ്ദേഹത്തിന്റെ ഒരു കഥയിൽ ഒരു വേഷം കിട്ടിയാൽ എല്ലാരും പോയി ചെയ്യല്ലേ ഉള്ളൂ. നടന്മാർക്കൊക്കെ അങ്ങനെ ഒരു കഥാകഥനൊന്നും ഇല്ലല്ലോ ജനറലി. പിന്നെ ഞാൻ ചെയ്ത് അത് കഴിഞ്ഞിട്ട് ഞാൻ ഹരൻ സാറിന്റെ പടങ്ങളൊക്കെ ചെയ്യുമ്പോഴായാലും സ്ക്രിപ്റ്റ് വായിക്കാം. ബിക്കോസ് ഇവരുടെ ഇനിഷ്യൽ ഡിസ്കഷനൊക്കെ MT സാറുമായിട്ട് ഡയറക്ടർ എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവും. സോ അതിന്റെ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ അവിടുന്ന് വന്നിട്ടുണ്ടാവും. അങ്ങനെ സെറ്റിൽ എന്തെങ്കിലും ഒരു ക്ലാരിഫിക്കേഷൻ ഉണ്ടെങ്കിൽ ഹരൻ സാർ പറയും, അത് MTനോട് ചോദിക്കണം. സോ MT സാറിന്റെ അപ്രൂവൽ ഇല്ലാണ്ട് ഒന്നും ചെയ്യുന്നതായിട്ട് ഹരൻ സാർ എന്തെങ്കിലും ഒരു ഓൾട്ടറേഷൻ വരുത്തണമെങ്കിൽ തന്നെ ഒന്നാമത് ഓൾട്ടറേഷൻ വരുത്തേണ്ടി വരില്ല. ബിക്കോസ് എവറിത്തിങ് വിൽ ബി ഓൺ ദ സ്ക്രിപ്റ്റ്. അങ്ങനെ എന്തെങ്കിലും ഒരു ഇതുണ്ടെങ്കിൽ തന്നെ അത് 7ാമത്തെ വരവിന്റെ സമയത്തൊക്കെയാണ്. നാളെ ഒന്ന് MTനോട് അതിലെന്തോ ഗാഡ്ജറ്റ്സിന്റെ ഒരു ചെറിയൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു, ഈ iPadഉം ഇതും. സോ അത് MT സാറിന്റെ അപ്രൂവലിന് ശേഷം മാത്രമേ ഇവിടെ എക്സിക്യൂട്ട് ചെയ്യൂ. സോ അങ്ങനെ ഒരു ഇതായിരുന്നു. അതുകൊണ്ട് ദർ വാസ് ഓൺലി സ്ക്രിപ്റ്റ് റീഡിങ്. വി ഹാഡ് ടു റീഡ്. നമ്മൾ പഠിച്ച് ആ ഡയലോഗ് എല്ലാം മെമ്മറൈസ് ചെയ്യണം. അങ്ങനെ ഒരു സിസ്റ്റം ആയിരുന്നു. അല്ലാതെ MT സാർ നേരിട്ട്, ഇനി സീനിയർ ആക്ടേഴ്സിന് അദ്ദേഹം നേരിട്ട് കഥ നറേറ്റ് ചെയ്യണമെന്ന് എനിക്കല്ല. പക്ഷെ ഞങ്ങളുടെ എസ്പെഷ്യലി ഞാനൊക്കെ അപ്കമിങ് ആക്ടേഴ്സ് ആയിരുന്നു, യങ്സ്റ്റേഴ്സ്, അങ്ങനെ ഒരു ഇന്ററാക്ഷൻ. അല്ല, ഇപ്പൊ നമ്മള് പറയുന്നത് നഗക്ഷതങ്ങളെ കുറിച്ചാണല്ലോ. അതെ. അപ്പൊ എന്റെ അറിവ് തെറ്റാണ്. ഇടനിലങ്ങളായിരുന്നില്ലേ? ഇടനിലങ്ങൾ എന്റെ ആദ്യത്തെ പടം. ഇടനിലങ്ങൾ കഴിഞ്ഞ് ഈ പടം വന്നു നഗക്ഷതങ്ങളായിട്ടാണ്. നഗക്ഷതങ്ങളില് ഹരൻ സാർ കാസ്റ്റ് ചെയ്യുന്നത് രാമു എന്ന് പറയുന്ന കഥാപാത്രം. അന്നുമൊക്കെ ഈ സിനിമ ഇപ്പൊ നമ്മൾ നഗക്ഷതങ്ങളൊക്കെ കാണുകയാണെങ്കിലും വളരെ സാധാരണത്വമുള്ള ആളുകളും ഈ ഒരു ട്രാജിക് എൻഡിങ് എന്ന് പറയുന്നത് ഒരുപാട് കഥകളിൽ അദ്ദേഹം ഉപയോഗിച്ചിട്ടുണ്ട് അല്ലെ. ഒരു നഷ്ടപ്രണയം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ വളരെ സ്ട്രോങ് ആയിട്ട്, ഇന്റൻസ് ആയിട്ട് ആ ഇമോഷൻ വളരെ ഇന്റൻസ് ആയിട്ടുള്ളൊരു പരിപാടിയിലാണ് അത് നിൽക്കുന്നത്. നഗക്ഷതങ്ങളുടെ അവസാനവും രാമു ട്രെയിനിന് ആത്മഹത്യ ചെയ്യുന്ന അല്ലേ. ശരിക്കും രാമുവിന് 2 ഓപ്ഷൻ ഉണ്ട്, 2 പെൺകുട്ടികളുണ്ട് ജീവിതത്തിൽ. അതിന്റെ ഒരു ഡൈലമ, ബിക്കോസ് ഹി ഡസന്റ് വാണ്ട് ടു മേക്ക് ദം അൺഹാപ്പി. ലക്ഷ്മിയും ഗൗരിയും ഉണ്ട്. 2 എക്സ്ട്രീമാണ്. ഒരിടത്ത് ഒരു കുറെ മെറിറ്റ് ഉണ്ട്, പക്ഷെ സംസാരിക്കില്ല അല്ലെ. ഒരിടത്ത് അത്രയും ഇതല്ല. അതൊക്കെ വളരെ മനോഹരമായി. അത് ആ ക്യാരക്ടറൈസേഷൻസ് ആയാലും ഇത് തമ്മിലുള്ള ബോണ്ടിങ്, ഇവരുടെ ഫീലിങ്സ്, ആ ഹ്യൂമൻ ഫീലിങ്സ് ആയിരുന്നു MT സാർ എലിവേറ്റ് ചെയ്യുന്നത്. അന്ന് ഇതിന്റെ പാട്ടുകളിലൊക്കെ അദ്ദേഹം ഇടപെടുന്നതായിട്ടൊക്കെ അറിയാമല്ലോ. അദ്ദേഹത്തിന് ഉറപ്പായിട്ട് സാഹിത്യമായിട്ടൊരു വലിയ ബോധ്യങ്ങളുണ്ട്. ചില പടങ്ങളിൽ പാട്ട് എഴുതിയിട്ടുണ്ട്, അതിൽ സജഷൻസ് ഒക്കെ. ഇല്ല, ഞാൻ ഇതൊക്കെ ഹരിഹരൻ സാറൊക്കെ പറഞ്ഞു കേട്ടുള്ള, ബിക്കോസ് ഞങ്ങൾക്കൊന്നും MT സാറുമായിട്ട് ഡയറക്റ്റ് ഇന്ററാക്ഷനോ
ഭയഭക്തി ബഹുമാനത്തോടു കൂടി ദൂരത്ത് കാണും, അദ്ദേഹം വരുമ്പം നമസ്കരിക്കും, അനുഗ്രഹം വാങ്ങും, ഇത്രയേ ഉള്ളൂ. ദർ ഇസ് നോ ഇൻറ്ററാക്ഷൻ. പക്ഷെ ഹരൻ സാർ പല പല കാര്യങ്ങളും പിന്നെ ഇപ്പൊക്കെയാണ് ഹരൻ സാറൊക്കെ ഇപ്പം ഷെയർ ചെയ്യുന്നത്. അന്ന് നമ്മൾ ചെറിയ കുട്ടികളല്ലേ, ഇപ്പം ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും സോങ്ങിൻ്റെ ഷോട്ട് വെച്ച് അവിടെ പോയി അദ്ദേഹം പറഞ്ഞുതരും, അത് ചെയ്യാൻ വരിക. പക്ഷെ ഡെഫിനറ്റ്ലി എല്ലാ ഡിസ്കഷനും ഷൂട്ടിങ്ങിന് മുമ്പ് തീരും എന്ന് ഹരൻ സാർ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. കാരണം അതിന്റെ ഒരു എന്താ പറയുന്നത്, സാഹിത്യപരമായിട്ടുള്ള ഒരു മൂല്യമുണ്ടല്ലോ. അതെ, അതിന്റെ സംഭാഷണങ്ങളിൽ അതിലെ കഥാപാത്രങ്ങളൊക്കെ വെച്ച് പുലർത്തുന്ന ഒരു വാക്കുകൾ കൊണ്ടും അക്ഷരങ്ങൾ കൊണ്ടും അവരുടെ സംസാര ശൈലി കൊണ്ടുമൊക്കെ അവർ പുലർത്തുന്ന ഒരു സ്റ്റാൻഡേർഡ് നമുക്ക് പറയാം, അത് പാട്ടുകൾക്ക് വരുന്നുണ്ട്. ഉണ്ട്. അല്ല, ഇപ്പൊ കേവല മർത്യ ഭാഷ കേൾക്കാത്ത ദേവദൂതികയാണ് ഞാൻ, അതിനകത്തൊക്കെ ഒരു കഥയുമായിട്ടുള്ള ഇഴചേർന്ന് കിടക്കുന്ന, ആരെയും ഭാവഗായകനാക്കുന്ന വരുന്നതിനകത്തൊക്കെ ഉണ്ടല്ലോ. അതിനകത്തും മോനിഷയ്ക്ക് നാഷണൽ അവാർഡാണ്, അതെ, ചിത്ര ചേച്ചിക്ക് നാഷണൽ അവാർഡ് കിട്ടിയിട്ടുണ്ട്. ഈ എം ടി സാറിന് അങ്ങനെ ഒരു വലിയ മെറിറ്റ് ഉണ്ട് കേട്ടോ. അദ്ദേഹത്തിന്റെ പടങ്ങളിൽ വർക്ക് ചെയ്ത് പോകുന്ന ആളുകൾക്ക് ഈ നാഷണൽ അവാർഡ്, സ്റ്റേറ്റ് അവാർഡ് മേടിച്ചു കൊടുക്കുന്നതിന്റെ ഒരു ഏജൻസി ആയിരുന്നു. സത്യം. എത്ര എം ടി സാർസ് ഹൗസ്, ഞാൻ ക്ലാസ്സിന് പോകുമ്പം ഇങ്ങനെ എനിക്ക് മോർ ദാൻ 25-30 സ്റ്റേറ്റ് അവാർഡ്സ്, നോട്ട് റോങ്. അത് ആ വിഷ്വൽ എനിക്ക് ഓർമ്മയുണ്ട് രമേശ്. അതായത് ക്ലാസ് സാറിൻ്റെ ലിവിങ് റൂമിലായിരുന്നു ടീച്ചർ എടുക്കുക. അപ്പോൾ ഈ അദ്ദേഹത്തിൻ്റെ എല്ലാ അവാർഡ്സും ഇങ്ങനെ ഞാന് സാധാരണഗതിയിൽ ഈ പരിപാടി അവതരിപ്പിക്കാൻ വരുമ്പോൾ ഇവിടെ വരുന്ന പല ആളുകളുടെയും പ്രൊഫൈൽ വഴി ഒരു യാത്ര നടത്തും. എനിക്ക് എന്തെങ്കിലും പറയണേയും ചോദിക്കുകയൊക്കെ വേണമല്ലോ. അത്രയൊക്കെ യാത്ര നടത്തി നമ്മൾ പറഞ്ഞു പോയാലും ഇതിന്റെ ഒരു ടെലികാസ്റ്റിന് ശേഷം വഴി വെച്ചോ അല്ലെങ്കിൽ കമന്റുകളിലോ മറ്റു സ്ഥലങ്ങളിൽ വെച്ചോ ആൾക്കാർ പറയും, നിങ്ങൾ അയാളെ കുറിച്ച് ഒരു എപ്പിസോഡ് ചെയ്യുമ്പോൾ തീർച്ചയായും ഇത് പറയണമായിരുന്നു, നിങ്ങൾ ഇത് ചെയ്തില്ല. നിങ്ങൾ ഇന്ന ആളെ കുറിച്ച് ഒരു എപ്പിസോഡ് ചെയ്യുമ്പം ഇന്നത് പറയണമായിരുന്നു, അത് ഉണ്ടായില്ല എന്നൊക്കെ പറയും. ഒരു പക്ഷേ പ്രേക്ഷകരോട് ഇപ്പോഴേ പറയാം, അങ്ങനത്തെ പരാതികളുടെ ആധിക്യം എം ടി വാസുദേവൻ നായരെ കുറിച്ച് ഒരു എപ്പിസോഡ് ചെയ്താൽ ഉണ്ടാകും. കാരണം ഒരു എപ്പിസോഡ് കൊണ്ട്, ഒരു 4 എപ്പിസോഡ് കൊണ്ടോ മുഴുവൻ കാണാപ്പാഠം പഠിച്ച് അതിലൂടെയൊക്കെ യാത്ര ചെയ്യുക എന്ന് പറയുന്നത് അസാധ്യമായ ഒരു കാര്യമാണ്. ഞാനെന്നല്ല, ഏത് വലിയ ആള് വന്നാലും അസാധ്യമാണ്. അത്രയും കാലത്തെ അത്രയും വലിപ്പമുള്ള 7 നാഷണൽ അവാർഡ്, ഒരു 18 സ്റ്റേറ്റ് അവാർഡ്, അന്തർദേശീയ അവാർഡുകളുടെ ഒരു കൊല വേറെ, ക്രിറ്റിക്സ് അവാർഡുകൾ വേറെ, അങ്ങനെ ഒരു യുഗം തന്നെയായിരുന്നല്ലോ. ഒരു പ്രദേശമുണ്ട്. ഇത് മുഴുവൻ പഠിച്ച ഒരു എപ്പിസോഡിൽ അവതരിപ്പിക്കുക എന്ന് പറയുന്നത് വല്ല നമ്മൾ എത്ര നേരം പറഞ്ഞാലും അതിൻ്റെ ഒരു അറ്റത്തൊരു കഷ്ടമേ നമുക്ക് പിടിക്കാൻ പറ്റുള്ളൂ എന്നുള്ള ബോധ്യത്തിലാണ് ഈ എപ്പിസോഡ് ആരംഭിക്കുന്നതും ചെയ്യുന്നത് തന്നെ. നിങ്ങളിപ്പോൾ ഈ ഭയഭക്തി ബഹുമാനം എന്നുള്ളത് പറഞ്ഞില്ല. സാധാരണ ഈ മലയാള ഭാഷയെ സ്നേഹിക്കുന്ന, മലയാളത്തെ വലിയ ഇഷ്ടമുള്ള ആളുകൾക്ക് ഒന്നിനെ സ്നേഹിക്കാൻ മറ്റൊന്നിനോട് ദേഷ്യം വേണമെന്നൊരു തത്വം പൊതുവെ എഴുതപ്പെടാതെ ഉണ്ട്. അവർ ഇംഗ്ലീഷിനോടും അല്ലെങ്കിൽ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിനോടും ഒക്കെ ചെറിയൊരു അകലം സൂക്ഷിക്കും. പക്ഷേ ഞാൻ കേട്ടിട്ടുള്ള എം ടി സാർക്ക് വളരെ അപ് ടു ഡേറ്റ് ആയിട്ട് ലോക ക്ലാസിക്കുകൾ വായിക്കുക എന്നുള്ള ഈ അടുത്ത കാലത്ത് എനിക്കറിയാവുന്ന സംഭവം, അദ്ദേഹത്തിന്റെ വിയോഗത്തിനൊക്കെ കുറച്ച് മുമ്പ് അദ്ദേഹം വായിച്ച ഒരു പുസ്തകം എന്നും പറഞ്ഞിട്ട് 2ാം ലോക മഹായുദ്ധത്തെക്കുറിച്ചോ മറ്റുള്ളൊരു പുസ്തകം മമ്മൂക്കയ്ക്ക് ഗിഫ്റ്റ് ചെയ്തു. അത് മമ്മൂക്കയുടെ മോള് സുറുമിയാണ് വായിച്ചത്. അപ്പോൾ സുറുമി അത് വായിച്ചിട്ട് പറഞ്ഞാൽ ഇത് ഉഗ്രം ബുക്കാണ്, വളരെ അപ്പയ്ക്ക് ഇത് എവിടെ നിന്ന് കിട്ടിയതെന്ന് ചോദിച്ചപ്പോൾ ഇത് എം ടി സാർ തന്നതാണെന്ന് പറഞ്ഞപ്പം മമ്മൂക്ക എന്നിട്ട് പറയുകയുണ്ടായി, എൻ്റെ മകള് ഇപ്പോൾ വായിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് ബുക്കാണ് അയാൾ ഇപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്നത്. ഒന്ന് അതിന്റെ ഒരു കണക്ഷൻ ആലോചിച്ച് നോക്കണം. ആ ലെവലിൽ നിൽക്കുന്ന പരിപാടികളായിരുന്നു. അതെ. ഇനി ഇപ്പോൾ ഒരു സിനിമയും കൂടെ പറയണം. നമ്മളിപ്പം വർത്തമാനകാലത്തില് ഈ റാഗിങ് എന്ന് പറയുന്നത്, കഴിഞ്ഞ കൊല്ലം ഒരു മരണം ഉണ്ടായി, ഇത്തവണ ഇത്രയും ഡിസ്കസ് ചെയ്യുന്നു. റാഗിങ് ഒക്കെ അതിന്റെ എക്സ്ട്രീമിൽ എത്തിയിട്ടുള്ള പരിപാടികൾ നടക്കുമ്പം അമൃതം ഗമയ എന്ന് പറയുന്ന ഒരു പടം ആ കാലത്ത്, അതും അതിന്റെ അതിലൂടെ ഒരു മനുഷ്യനുണ്ടാകുന്ന മാറ്റവും എന്ത് ഗംഭീരമായിട്ടാണ് ചെയ്തിട്ടുള്ളത്. മനോഹര സിനിമയായിരുന്നു. ലാലേട്ടന്റെ ക്യാരക്ടർ ആയാലും ഉണ്ണികൃഷ്ണൻ ഞാൻ ചെയ്തത് ഉണ്ണികൃഷ്ണൻ, ആ റാഗിങ് സീക്വൻസ്, റാഗിങ്ങില് പെട്ടുപോകുന്ന അതെ, അത് ഒരു നൈറ്റ് കൊണ്ടാണ് ആ ഫുൾ സീക്വൻസ് ഹരിഹരൻ സാർ തോളത്ത് കയറുന്നതും അതുമല്ല. ആ ഫുൾ സീക്വൻസ് ഒറ്റ രാത്രി കൊണ്ടാണ് ഷൂട്ട് ചെയ്യുന്നത്. മദ്രാസ് YMCA എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അതും ലാലേട്ടൻ ആ യങ് ഗെറ്റപ്പിന് വേണ്ടി അദ്ദേഹം ജിൻഡാലിൽ പോയി ഭയങ്കര ഫിസിക്കലി രൂപമാറ്റം വരുത്തിയിട്ട് ചെയ്ത ഗെറ്റപ്പാണ് അദ്ദേഹത്തിന്. അതെ, ആ സിനിമയിൽ അതായത് കോളേജ് യങ് ബോയ് ഗെറ്റപ്പിന് വേണ്ടി അദ്ദേഹം ഫിസിക്കലി ട്രാൻസ്ഫോം ചെയ്ത് വന്ന ഒരു സീക്വൻസ് ആയിരുന്നു അത്. അതെനിക്ക് നല്ല ഓർമ്മയുണ്ട്. നമ്മൾ ഷൂട്ട് ചെയ്തതും. ആൻഡ് അവിടെ എല്ലാം ഈ ക്രാഫ്റ്റ് ആണല്ലേ ഹരൻ സാർ ഈ ആക്ടേഴ്സിനെ മോൾഡ് ചെയ്തത്.
അതൊരു അനുഭവം. അവരുടെ ഒരു കോമ്പിനേഷൻ അതുപോലെയായിരുന്നു. എഴുത്തും സംഭാഷണങ്ങളും ഒരു വശത്ത് വളരെയധികം ഈ നമ്മളെ ഒരു പ്രാദേശികമായി നമ്മുടെ നാട്ടുഭാഷയിൽ ഉപയോഗിക്കുന്ന പദങ്ങൾ ഒന്നും തന്നെ ഇല്ലാതെ വടക്കം വീരാതെ പോലുള്ള സ്ക്രിപ്റ്റുകൾ എഴുതുന്നു. അതിൽ ആളുകൾ തമ്മിൽ സംസാരിക്കുന്നത് നമ്മളിവിടെ ചായ കുടിച്ചോ വെള്ളം പിടിച്ചോ എന്നുള്ള പോലത്തെ ഒരു വർത്തമാനം അതിനകത്തില്ല. വേറൊരു പ്രദേശത്ത് അത്രയും ഗ്രാമീണമായ നാട്ടുഭാഷകളുള്ള കൊളോക്കിയലായിട്ടുള്ള ഭാഷയിലുള്ള തിരക്കഥകളും എഴുതുന്നു അല്ലേ? ആ കാലത്തെ കൗമാരത്തിന്റെയും കോളേജിന്റെ ഒക്കെ കഥകളല്ലേ എഴുതിയിരുന്നത്. അല്ല, ഈവൻ സാറിന്റെ ഏത് പടത്തിലെ സംഭാഷണങ്ങൾക്കും ഒരു കവിത്വം ഉണ്ടായിരുന്നു. അതുപോലെ അത് എത്ര സാധാരണ കാഷ്വൽ ഡയലോഗ്സ് ആണെങ്കിലും അതിൽ ഭയങ്കര ഒരു സൗന്ദര്യം ഉണ്ടായിരുന്നു. ആ സൗന്ദര്യം മനസ്സിലാക്കിയിട്ട് വേണം ആക്ടർ ഡയറക്ടറെ കൊണ്ട് ഡയറക്ടർ ആക്ടേഴ്സിൽ നിന്നും ആ പെർഫോമൻസ് എടുക്കേണ്ടത്. അതുപോലെ അതിന്റെ മോഡ്യുലേഷൻ അതൊക്കെ ഹരൻ സാർ പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ ചെയ്തതും. എനിക്ക് കൃഷ്ണേന്ദ്രേട്ടനാണ് ഡബ് ചെയ്തത് MT സാറിന്റെ മോസ്റ്റ് ഓഫ് മൈ ക്യാരക്ടേഴ്സ്. അദ്ദേഹത്തിന്റെ വോയിസിലൂടെയാണ് ആ സംഭാഷണങ്ങൾ വരുന്നത് എന്നുള്ളത് ഞാൻ ഇന്നും നന്ദിയോടെ സ്മരിക്കും. ബിക്കോസ് ആ ക്യാരക്ടേഴ്സ് ഇന്നും ഇപ്പം പരിണയത്തിലെ മാധവനായാലും, ഏഴാമത്തെ വരവിലെ പ്രസാദ്, നക്ഷത്രങ്ങളിലെ രാമു, ആരണ്യകത്തിലെ മോഹൻ, ഇതെല്ലാം MT സാറിന്റെ വളരെ ഇന്റൻസ് ആയ കഥാപാത്രങ്ങളാണ്. അതിന്റെ മാധവൻ ഒന്നും അങ്ങനെ പറഞ്ഞു പോകേണ്ടതല്ല. ഒരു വരിയും കൂടെ പറയാനുണ്ട് അതിനെ കുറിച്ചല്ല. ചെറുകഥകളുടെ അതിന്റെ ഗ്രാഫ് എടുത്താലും, നോവലെറ്റുകൾ എടുത്താലും, നോവൽ എടുത്താലും, സിനിമകളുടെ തിരക്കഥ എടുത്താലും എല്ലാത്തിലും കടൽ പോലെ കിടക്കുകയാണ്. എവിടെ ചെന്ന് കണ്ടാലും കടൽ പോലെ കിടക്കുകയാണ്. ഒപ്പം അദ്ദേഹം പലപ്പോഴും പറഞ്ഞുകൊണ്ട് ഇതൊക്കെ പറഞ്ഞാലും സ്വന്തം അഡ്രസ്സ് എന്താണെന്ന് ചോദിച്ചാൽ ഒരു പത്രപ്രവർത്തകൻ എന്ന് പറയാനാണ് ഇഷ്ടപ്പെടുന്നതെന്ന് അദ്ദേഹം ഒരു ഇന്റർവ്യൂവിൽ പറയുന്നത് കേട്ടിട്ടുമുണ്ട്. അല്ല, MT സാറിന്റെ ഡയലോഗ്സ് നമ്മൾ ആസ് ആക്ടേഴ്സ്, ഇപ്പം എൻ്റെ ഒരു ഹമ്പിൾ എക്സ്പീരിയൻസ് വെച്ച് ഞങ്ങൾ മെമ്മറൈസ് ചെയ്യും. അതിൽ ഒരു വാക്ക് നിങ്ങൾക്ക് മാറ്റാൻ പറ്റില്ല. ഇപ്പം ഞാൻ ഋതുഭേദത്തിലെ അതിലെ ക്ലൈമാക്സിൽ ഒരു വെരി ഇൻറ്റൻസ് സീക്വൻസ് ഉണ്ട്. അതിൽ ഈ മൂപ്പിൽ നായർ, അതായത് തിലകേട്ടൻ ചെയ്യുന്ന മൂപ്പിൽ നായരുടെ മകളാണ് തങ്കമണി, മോനിഷ, ദേവുവും തങ്കമണിയും. അപ്പോൾ ഈ കേശുവിന് തങ്കമണിയോടൊരു ഇഷ്ടമുണ്ട്. അവിടുത്തെ ഒരു ജോലിക്കാരിയുടെ മകനാണ് ഈ കേശു. അപ്പം എല്ലാവർക്കും വേണ്ടപ്പെട്ടവനാണ്. അപ്പം അവസാനം ഈ ഓഹരി, അതിൻ്റെ ആ കഥയുടെ ഒരു അംശം പറയാം, എന്നാലേ ആ ഡയലോഗ് കണക്ട് ചെയ്യാൻ പറ്റൂ. ഈ ഓഹരി വരുമ്പം അവിടെയുള്ള മുരളിച്ചേട്ടൻ ചെയ്ത പ്രാന്തൻ അപ്പു, അയാൾക്കാണ് ഇതിൻ്റെ ഭീമമായ ഒരു ഇത് കിട്ടുന്നത്. അപ്പം ഈ മൂപ്പിൽ നായർക്ക് അത്യാഗ്രഹം കൊണ്ട് മകളെ ഇയാളെ കൊണ്ട് കല്യാണം കഴിപ്പിക്കണം. അവൾക്കൊട്ടും താല്പര്യമില്ല. മാനസിക നില ശരിയില്ലാത്ത മനുഷ്യനാണ്. എപ്പോഴും ഒരു കത്തിപ്പാരയും വെച്ച് നിധിയുണ്ടെന്ന് പറഞ്ഞിങ്ങനെ. അപ്പം അതിൻ്റെ ക്ലൈമാക്സിൽ ഈ വേണുചേട്ടൻ ചെയ്യുന്ന കൃഷ്ണനുണ്ണിയും മേനൻ സാർ ചെയ്യുന്ന മാഷ്ട ക്യാരക്ടറൊക്കെ ആയിട്ട് ഈ കേശുവിനെയും കൊണ്ട് ഇവിടെ വരും, ഈ കല്യാണം നിർത്തണം എന്ന് പറഞ്ഞിട്ട്. അപ്പം മൂപ്പിൽ നായർ കോപിഷ്ഠനായിട്ട്, അപ്പം ഭ്രാന്തൻ അപ്പുവിനേക്കാൾ എത്രയോ ഭേദമാണ് കേശു എന്ന് പറയുമ്പം, നിന്നോടാരും പറഞ്ഞില്ലേടാ എന്ന് ചോദിക്കും. ആര്? തിലകേട്ടൻ. മൂപ്പിൽ നായരുടെ ഒരു ഡയലോഗ് ഉണ്ട്, ഇവരാരാ നിനക്ക് എന്ന് ചോദിക്കും. രമേശിന് ഇപ്പം ആക്ച്വലി വിഷ്വലൈസ് ചെയ്യാൻ പറ്റും തിലകേട്ടൻ്റെ ആ പെർഫോമൻസ്. നീയും എൻ്റെ മകനാണെന്ന് ആ തള്ള പറഞ്ഞല്ലേടാ ഉരുമ്പട്ടോള് എന്ന് ചോദിക്കും. അപ്പൊ ഈ കേശു അതായത് എൻ്റെ സിസ്റ്ററാണ്. അതെ, ഇവ തരിച്ചു പോന്നിട്ട് അവിടെ ഒരു സംഭാഷണമുണ്ട്. അതായത് ഹെൽപ്ലെസ് ആയിട്ട് ഈ കേശു, അത് മനോഹരമായിട്ട് കൃഷ്ണേന്ദ്രേട്ടൻ ഡബ് ചെയ്തിട്ടുണ്ടാകും. ഇപ്പം ഞാനാണ് പെർഫോം ചെയ്തെങ്കിലും അവിടെയാണ് ആ ഡബിങ്ങിൻ്റെ ഇറ്റ് മേക്സ് ഇറ്റ് സോ സോൾഫുൾ. കേശു പറയും, ഇല്ല ആരും പറഞ്ഞില്ല. എന്നാൽ ഞാനിപ്പോൾ പറയുന്നു, ഇനി അതിൻ്റെ ഓഹരി ചോദിക്കണം എന്ന് നിനക്കുണ്ടോടാ നായെന്ന് ചോദിക്കും മൂപ്പിൽ നായർ. അപ്പോൾ ഒരു ഡയലോഗ് ഉണ്ട് ഇവൻ്റെ, ഓഹരി ചോദിക്കാൻ വരുമോ എന്നാണ് ചോദിക്കുന്നത്. അപ്പം വരില്ല. ലുക്ക് അറ്റ് ദ റിപ്പീറ്റേഷൻ, വരില്ല എമ്മാൻ, എനിക്ക് വേണ്ട, സത്യം. ഈ ഡയലോഗ് യു കനോട്ട് ടേക്ക് എ വേർഡ് ഫ്രം ദാറ്റ്. ഇത് അദ്ദേഹം ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്, ഈ രചനയിൽ വാക്കുകൾക്കിടയിലെ വിടവുകൾ സംസാരിക്കും. അങ്ങനെ ഇപ്പൊ ഈ ഡയലോഗിലൊക്കെ എങ്ങനെയാണ് ഇതിനൊരു മുഴുവൻ ഒരു പരസ്പരം കോർത്തിട്ടില്ലാത്ത കുറെ വാക്കുകൾ അടുക്കിയിരിക്കുകയാണ്, പക്ഷെ അതിന്റെ വിടവുകൾ അതിനെ ലിങ്ക് ചെയ്യുന്നു. ഇതുപോലെ എന്നിട്ട് അതില് ഞാൻ ട്രഷർ ചെയ്യുന്നൊരു ഡയലോഗ് ഇത്, അതാണ് ഐ എം ജസ്റ്റ് ടെല്ലിങ് യു ദിസ്. അത് കഴിഞ്ഞിട്ട് MT സാർ എഴുതിയിട്ടുണ്ട്, പറയാമായിരുന്നു അടുക്കള മുറ്റത്ത് എച്ചിലിനെ വരുമ്പോൾ എപ്പോഴെങ്കിലും ഒന്ന് പറയാമായിരുന്നു, ആർക്കെങ്കിലും, എന്നോടായിട്ടെങ്കിലും പറഞ്ഞില്ലല്ലോ ഏമാൻ. എന്നിട്ട് ഇവൻ കാല് തൊടാൻ പോകുമ്പോൾ ഈ മൂപ്പനായർ ഇവനെ ചവിട്ടി ഇതാക്കും, മാറ്റുന്നുണ്ടോ ഇവനെ എടുത്ത് കൊണ്ടുപോകപ്പെടുന്നെന്ന് പറയുമ്പം ഇവൻ ഈ മൂപ്പിലായരെ നോക്കിയിട്ട് പറയും, പെങ്ങളെ അറിയാതെ മോഹിക്കാൻ ഇടവരുത്തിയല്ലോ ഏമാൻ.
എന്ന് പറഞ്ഞിട്ടാണ് ഈ കത്തിപ്പാരെടുത്തിട്ട് ഇയാൾ അടിച്ച് കൊല്ലുന്നത്. കൊന്നു കഴിഞ്ഞിട്ട് ഇവൻ പറയും, കാവടിയാട്ടക്കാരൻ ശങ്കരനാണ് എൻ്റെ തന്ത, ഇനി ഒരു തന്ത കൂടി വേണ്ട താഴത്തെ വിളപ്പിൽ കേശവന്. ദിസ് ഇസ് ദ ലാസ്റ്റ് ഡയലോഗ്. സോ ഞാൻ ഇന്നും ആ ഡയലോഗ്, ലുക്ക് അറ്റ് ദ പവർ ഓഫ് ദറ്റ് റൈറ്റിംഗ്, അതിൻ്റെ ദറ്റ് ഭാഷയുടെ ഭംഗി, ഹൗ ഇറ്റ് ഹാസ് ടു ബി എക്സിക്യൂട്ടഡ്. ആൻഡ് ആസ് ഏത് ആക്ടേഴ്സ്, സമയത്ത് അല്ല അതെ, ആസ് ആക്ടേഴ്സ് ഞങ്ങൾക്കതൊരു വലിയ പഠനാനുഭവമായിരുന്നു, എനിക്ക് എസ്പെഷ്യലി. ബിക്കോസ് ഓരോ പടത്തിലും ഇത്തരം കഥാപാത്രങ്ങൾ ചെയ്യുന്നതോടുകൂടി എന്താണ് അതിൻ്റെ ഒരു ഡയമെൻഷൻ, അതിൻ്റെ ഹൗ യു ഹാവ് ടു. ഹരിഹരൻ സാറിൻ്റെ ഒരു ഗൈഡൻസ് കൊണ്ടാണ് ഇതൊക്കെ. അല്ലെങ്കിൽ ഇപ്പം ഞാൻ ചെയ്തതിൽ 5 പടങ്ങളും ഹരിഹരൻ സാർ ഡയറക്ട് അതേ ചെയ്തതാണ്. കൂട്ടുകെട്ടിലാണ് വന്നത്. പ്രതാപോത്തൻ ഋതുഭേദം, പ്രതാപോത്തനാണ്, ശശിയേട്ടൻ ഇടനിലങ്ങൾ, രഞ്ജിത്തേട്ടൻ കടുകന്നാവ്. ഇതൊരു അപൂർവ സംഗമമാണ്. അമൃത TV പ്രേക്ഷകർക്ക് നൽകുന്ന അമൂല്യ വിഷു കൈനീട്ടം. 20 വർഷത്തെ നിറവാർന്ന അനുഭവത്തിൽ നിന്നും ഉരുത്തിരിഞ്ഞ സരസ സല്ലാപം. ഇന്ന് ഇവിടെ നിൽക്കുന്നതിൽ ഒരു പ്രത്യേക സന്തോഷമുണ്ട്. എൻ്റെ 28 വർഷവും കൂടെ പൂർത്തീകരിക്കുന്ന ഒരു സമയമായിട്ടും കൂടെ ഞാനിത് ഉപയോഗിക്കുകയാണ്. വിഷുദിനത്തിൽ നിങ്ങൾക്കായി നിറസല്ലാപം. ഈ അവസരത്തിൽ ഒരാളെ കൂടെ ഇങ്ങോട്ട് ക്ഷണിക്കുകയാണ്. നർത്തകിയാണ്, ചലച്ചിത്ര നിർമ്മാണ മേഖലകളിൽ ഇപ്പോൾ സജീവമായിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ ഈ 2 വിശേഷണങ്ങൾക്കുമൊക്കെ അപ്പുറം ഇന്ന് MT വാസുദേവൻ നായർ എന്ന ആ അതുല്യനായ എഴുത്തുകാരൻ ഇവിടെ സ്മരിക്കപ്പെടുമ്പോൾ എത്തേണ്ട ഒരാൾ തന്നെയാണ്. വളരെ സ്നേഹത്തോടെ ബഹുമാനത്തോടെ പ്രിയപ്പെട്ട MT സാറിൻ്റെ മകൾ അശ്വതിയെ സ്വാഗതം ചെയ്യുന്നു. അശ്വതി. സ്വാഗതം ഒരിക്കൽ കൂടി. താങ്ക് യു. അച്ഛൻ്റെ ഈ എഴുത്ത് മേഖലയിൽ അല്ലെങ്കിൽ സാമൂഹികമായിട്ട് അദ്ദേഹത്തിന്റെ ഒരു വലുപ്പം, എത്ര വലിയ ആളാണ് അച്ഛൻ എന്നുള്ളത് ഏതാണ്ട് ഏത് പ്രായത്തിലായിരിക്കും മനസ്സിലായി തുടങ്ങിയത്? കൃത്യമായി പറയുകയാണെങ്കിൽ ഒരു ഹൈസ്കൂളൊക്കെ എത്തുമ്പോഴാണ്. എന്താന്ന് വെച്ചാൽ അതുവരെ അച്ഛൻ എഴുതാറുണ്ട്, മാതൃഭൂമിയിൽ പണിയെടുക്കണു, അപ്പോൾ പത്രപ്രവർത്തകനാണ്. പിന്നെ സിനിമയ്ക്ക് എഴുതാറുണ്ട്, ഇടയ്ക്ക് ഡിസ്കഷനൊക്കെ ആർട്ടിസ്റ്റും ഡയറക്ടേഴ്സൊക്കെ വരുന്നു. അപ്പോൾ അത്രേ എനിക്ക് അറിയുള്ളൂ. പക്ഷേ ഈ 8ാം ക്ലാസ്സിൽ അച്ഛൻ എഴുതിയ ഒരു പാഠഭാഗം നമുക്ക് പഠിക്കാനുണ്ട്. അത് പഠിക്കുമ്പോഴാണ് ശരിക്ക് ക്ലാസ്സിൽ ടീച്ചർമാർ നമ്മളെ നോക്കും, കൂടെ പഠിക്കുന്ന കുട്ടികൾ നമ്മളെ നോക്കും. അപ്പോൾ ആദ്യം ഇതൊരു വല്ലായ്മയായിരുന്നു. പിന്നെ മനസ്സിലായി ഈ പുസ്തകത്തിലുള്ള മറ്റുള്ള എഴുത്തുകാരുടെ ഒപ്പം ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന എൻ്റെ അച്ഛൻ്റെ ഒരു പാഠഭാഗം കൂടി ഞാൻ പഠിക്കുന്നു. അപ്പോഴാണ് ശരിക്കും പറഞ്ഞ ആദ്യത്തെ ഒരു റിയലൈസേഷൻ, ദ ഫസ്റ്റ് പോയിന്റ് ഓഫ് റിയലൈസേഷൻ അപ്പോഴാണ്. പിന്നെ കുറേ കൂടി കഴിഞ്ഞ് ഞാൻ പ്രീ ഡിഗ്രി പഠിക്കുമ്പോഴാണ് അച്ഛന് ജ്ഞാനപീഠം കിട്ടുന്നത്. അപ്പോൾ കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളം സ്വീകരണങ്ങളായിരുന്നു, പലതിനും ഞങ്ങളും കൂടെ പോയിട്ടുണ്ട്. അപ്പം ആ ഒരു സമയത്തും ആണ് ശരിക്കും പറഞ്ഞാൽ ഈ സാഹിത്യകാരൻ്റെ വലുപ്പം എന്താണെന്നുള്ളത് ശരിക്കും എനിക്ക് ഒരു ധാരണയാവുന്നത്. ലളിത ജീവിതം നയിക്കുന്നതിൽ അതിനെക്കുറിച്ച് ശ്രദ്ധിച്ചിട്ടുണ്ട് എപ്പോഴെങ്കിലും? ഈ വലുപ്പത്തിന്റെ ഒരു ആഘോഷം അദ്ദേഹം നടത്തുന്നതായിട്ട് തോന്നിയിട്ടുണ്ടോ? ഒരിക്കലുമില്ല. ജീവിതശൈലി തന്നെ വളരെ ലളിതമാണ്. നമ്മളുടെ നിത്യ ജീവിതം ഒരിക്കലും ആർഭാടങ്ങളോട് താല്പര്യമുള്ള ആളായിരുന്നില്ല. എനിക്ക് തോന്നുന്നു അവരൊക്കെ വന്ന വഴി അതായത് കൊണ്ടാവാം. ആർഭാടം ഒട്ടും ഇഷ്ടമല്ല. എന്നോട് ഒരിക്കൽ പറഞ്ഞത്, വി ആർ നോട്ട് റിച്ച്, വി ആർ ഓൺലി മാനേജിങ്. ഈ ഒരു വാക്ക് എന്നോട് പറഞ്ഞത് എൻ്റെ ജീവിതകാലം മുഴുവൻ എൻ്റെ തലയിലുണ്ടാവും. എന്നുവെച്ചാൽ അത് ആണിയടിക്കണ പോലെയായിരുന്നു. നമുക്കുള്ളൊരു പാഠമാണത്. ഒരിക്കലും നമുക്കുള്ളതിനെ വെച്ച് നമ്മൾ ആലോചിച്ച് നമ്മൾ ഭ്രമിക്കരുത് എന്നുള്ളത്. അപ്പോൾ ആ ഒരു മൈൻഡ് സെറ്റോടെയാണ് നമ്മളൊക്കെ വളർന്നതും. ഒന്നിനോടും അങ്ങനെ ആകെ എന്താ പറയുക, ഭ്രമം എന്നുള്ളത് പുസ്തകങ്ങളോടാണ്. അതെത്ര കിട്ടിയാലും എത്ര വായിച്ചാലും മതിയാവില്ല. അതല്ലാതെ ഒരു കാര്യത്തിനോടും അങ്ങനെ ഒരു ഭ്രമം അല്ലെങ്കിൽ ഒരു ആർഭാടം കാണിക്കുക ഒന്നും ഉണ്ടായിട്ടില്ല ഒരു കാലത്തും. നമുക്ക് മലയാളികളുടെ വളരെ പ്രിയപ്പെട്ട നടി, നിരവധി ഹിറ്റ് ചിത്രങ്ങൾ നമുക്ക് സമ്മാനിച്ചിട്ടുള്ള നടി,
ബഹുമാനപ്പെട്ട സീമ ചേച്ചി ആ. MT സാറിനെ ആലോചിക്കും. വാസുവേട്ടനെ കുറിച്ച് പറയുമ്പം എന്താ പറയാ, പുള്ളി മരിച്ചപ്പം ഞാൻ ഓസ്ട്രേലിയയിലായിരുന്നു. മുഴുവനും ടി വിയിലിരുന്ന് കണ്ടുകൊണ്ടിരുന്നു. ഒരുപാട് 9 പടം പുള്ളിക്കാരൻ്റെ പടം ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. അതെനിക്ക് ഭയങ്കര ഭാഗ്യമാണ്. പുള്ളീൻ്റെ പടം സ്ക്രിപ്റ്റ് അഭിനയിക്കാൻ പറ്റിയതിൽ നല്ലൊരു നഷ്ടമാണ് സിനിമ രംഗത്ത്. അങ്ങനെ വാക്കുകളില്ല എനിക്ക് പറയാനൊന്നും. ഏതായാലും ഇങ്ങനെ പറയാൻ പറ്റിയതിൽ എനിക്ക് സന്തോഷമുണ്ട്. നന്ദി ഏട്ടാ, നന്ദി നന്ദി നന്ദി. സീമ ചേച്ചിയൊക്കെ വളരെ വൈകാരികമായിരുന്നു. നമ്മളിത് ചെന്ന് ചോദിച്ചപ്പം ഒരു കാലഘട്ടം മുഴുവൻ ഓർക്കുകയും ആ കാലഘട്ടത്തെ സിനിമകളെ കുറിച്ചുള്ള ഓർമ്മകളും എല്ലാമായിട്ട്. നവതി ആഘോഷത്തിന് വന്ന് അശ്വതി ഇല്ല അന്ന്. ഇല്ല, ഞാൻ നവതി അന്ന് ആഘോഷത്തിന് MT സാറ് ഇരിക്കുന്നുണ്ട്. തുഞ്ചൻപറമ്പിൽ സീമ ചേച്ചി തുഞ്ചൻപറമ്പിൽ ബൈക്കിൽ വന്നിട്ട് ഓൾ ഓഫ് എസ് നമ്മളെല്ലാം ഭയങ്കര ഓവർവെൽഡ് ഇമോഷണൽ മൂമെന്റ് ആയിരുന്നു. ബിക്കോസ് അദ്ദേഹം സാക്ഷാൽ MT സാർ മുമ്പിൽ ഇരുന്ന് കാണുകയാണ്. അദ്ദേഹത്തിന് മുമ്പിലാണ് ഈ എക്സ്പീരിയൻസ് ടീച്ചറും ഉണ്ട്. അപ്പൊ സീമ ചേച്ചി വന്ന് എനിക്ക് ഓർമ്മയുണ്ട്. ഷീ ജസ്റ്റ് ബേസ്റ്റ് ഔട്ട്. എന്നിട്ട് നന്ദി 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 എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് ഇങ്ങനെ 2-3 പ്രാവശ്യം നമസ്കരിച്ചു. ബിക്കോസ് ദ കൈൻഡ് ഓഫ് റോൾസ് ക്യാരക്ടേഴ്സ് സീമ ചേച്ചി ഹസ് പോർട്രേറ്റ് ഓൾ ടൈം ക്ലാസിക്സ്. ഈ നോവല്, ചെറുകഥ, കഥകൾ എന്നൊക്കെ പറയുന്നതിന്റെ എഴുതുന്നതിന്റെ ഒരു ആഖ്യാന രീതിയിൽ നിന്നും വലിയ വ്യത്യാസമുള്ള ഒന്നാണ് സിനിമയുടെ തിരക്കഥ എന്ന് പറയുന്നത്. സിനിമയുടെ തിരക്കഥ അതിനെ സീനായിട്ട് ഡിവൈഡ് ചെയ്യുകയും സീനിൽ ഒരുപാട് കാര്യങ്ങൾ, അതിൻ്റെ ഒരു ദൃശ്യഭാഷ എഴുതേണ്ട ഉത്തരവാദിത്വം എപ്പോഴും തിരക്കഥാകൃത്തിനും കൂടിയിട്ടുള്ളതാണ്. ഈ തിരക്കഥയിലോട്ട് സ്വിച്ച് ചെയ്ത അത് എന്തെങ്കിലും ഒരു ഫ്രിക്ഷൻ അദ്ദേഹം അനുഭവിച്ചിട്ടുണ്ടോ? ഈ ഒരു മാറ്റത്തിന് നിങ്ങൾ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടല്ലോ. ഇല്ല, ഞാൻ ടീച്ചർ പറയുന്ന കേട്ടിട്ടുണ്ട്. സാറ് ഏർലി മോർണിംഗ് ആണ് എഴുതാന്ന് ഒരു പ്രാവശ്യം ടീച്ചർ. ഇതൊക്കെ ഞങ്ങൾക്ക് ടീച്ചറിലൂടെയും ഹരിഹരൻ സാറിലൂടെ ഒക്കെയാണ് MT സാറിന്റെ ലൈക്ക്. ഹരിഹരൻ സാർ ഇന്ന് വരാൻ നേറ്റിരുന്നതാണ്. പക്ഷെ ചില സാങ്കേതികമായ കാരണം കൊണ്ട് അദ്ദേഹം എത്താൻ പറ്റിയില്ല. പറ്റിയിരുന്ന കുറെ കാര്യങ്ങൾ ഇത് ചോദിക്കായിരുന്നു. കാര്യം ആക്ച്വലി വളരെ വിമുഖതയോട് കൂടിയിട്ടാണ് അച്ഛൻ സിനിമ ആദ്യം എഴുതുന്നത്. അത് ശോഭന പരമേശ്വരൻ നായർ, നിർമ്മാതാവ്. പരമോങ്കള് നിർബന്ധിച്ചത് കൊണ്ടാണ് മുറപ്പെണ്ണ് ആദ്യം എഴുതുന്നത്. 63 മറ്റാണ്. താല്പര്യമില്ല. ഞാൻ എഴുതിയ ശരിയാവില്ല എന്നൊക്കെയാണ് അത്ര ആദ്യം പറഞ്ഞത്. പിന്നെ പരമോങ്കള് നിർബന്ധിച്ചത് കൊണ്ട് എഴുതി കൊടുത്തു. പിന്നെ അത് വളരെ സക്സസ്ഫുള്ളായി. പിന്നെ അതിനുശേഷം ഇങ്ങനെ വരാൻ തുടങ്ങി. അപ്പോൾ ആദ്യം വളരെ റിലക്റ്റൻ്റ് ആയിട്ടാണ് ആ മീഡിയത്തിലേക്ക് അച്ഛൻ കിടക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. പക്ഷെ പിന്നീട് അത് എക്സ്പ്ലോർ ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഐ തിങ്ക് ഹി സ്റ്റാർട്ടഡ് ടു എൻജോയ് ഇറ്റ്. പിന്നെ അഡാപ്റ്റേഷൻസ് എങ്ങനെ ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ചൊക്കെ നല്ല ഇപ്പോൾ ഉത്തരം എന്ന സിനിമ റിബേക്കയുടെ അഡാപ്റ്റേഷനാണ്. പക്ഷെ അത് ശരിക്കും അത് എങ്ങനെ വേറൊരു ഭാഷ, വേറൊരു സംസ്കാരത്തിലേക്ക് അതിനെങ്ങനെ മാറ്റുന്നു എന്നുള്ളതിന്റെ ഒരു ഏറ്റവും വലിയ ഒരു ക്രാഫ്റ്റ് ഉണ്ടായിരുന്നു. അതുമല്ല, അദ്ദേഹം ഈ ചെറുകഥകളായി അദ്ദേഹം തന്നെ എഴുതിയിട്ടുള്ള കഥകളെ പിന്നീട് സിനിമയാക്കുന്നുണ്ട്. ഇപ്പൊ ഈവൻ മുറപ്പെണ്ണ് പോലും സ്നേഹത്തിന്റെ മുഖങ്ങൾ എന്ന് പറയുന്ന ആണ്. പൊരുളില്ലാത്ത കിനാവ് എന്ന് പറയുന്നതായിരുന്നു പകൽ കിനാവ് എന്ന് പറയുന്നത്. പള്ളിവാളും കാൽ ചിലമ്പ് എന്ന് പറയുന്ന ഒരു കഥയാണ് നിർമ്മാല്യം സംവിധാനം ചെയ്തു. അപ്പൊ വളരെ കുറച്ച് സിനിമ എഴുതി കഴിഞ്ഞപ്പോൾ തന്നെ സംവിധാനത്തിലേക്ക് വരികയാണ്. അതൊരു ഭയങ്കര ധൈര്യമാണ്. ആ സമയത്ത് സിനിമയുടെ ടെക്നിക്കാലിറ്റീസ് മനസ്സിലാക്കണമെങ്കിൽ ഒരു 10 പടത്തിനെങ്കിലും അസിസ്റ്റന്റ് ആയിട്ട് നിന്നും ചീത്ത കേട്ടും വഴക്കേട്ടും ഒക്കെ ഒരാൾ വരേണ്ടടുത്താണ് അദ്ദേഹം നേരിട്ട് സംവിധാനത്തിലേക്ക് വരുന്നത്. അതാണെങ്കിൽ വലിയ വിപ്ലവമായേക്കാവുന്ന ഒരു വിഷയം എടുത്ത് സിനിമയാക്കിയിട്ടാണ് നിർമ്മാല്യം പോലൊരു സിനിമ എന്ന് സംവിധാനം ചെയ്യുന്നത് അല്ലേ? അതിന്റെ നിർമ്മാണവും കൂടി അച്ഛനായിരുന്നു. അപ്പോ നോവൽ ഫിലിംസ്. അതെ. അപ്പൊ അതിനെക്കുറിച്ച് പറഞ്ഞു കേട്ടിട്ടുള്ളത് പണം ഇടയ്ക്കിടയ്ക്ക് ഇല്ലാതെയാവും. അപ്പോൾ ആ സമയത്ത് അച്ഛന് വളരെ വേണ്ടപ്പെട്ട കോഴിക്കോട്ടെ സുഹൃത്തുക്കളെ വിളിക്കും. അപ്പോൾ അവരാരെങ്കിലും ഇത്തിരി പണം കൊടുത്തയക്കും. അങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഷെഡ്യൂളൊക്കെ പൂർത്തിയാക്കിയത്. പിന്നെ കറണ്ട് കിട്ടാനില്ല. അന്ന് ജനറേറ്ററൊന്നും വാങ്ങാനുള്ള പണമില്ല. അപ്പോൾ അത് കൃഷിക്കാർ ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് സന്ധ്യയ്ക്ക് ശേഷം ആ ലൈനിൽ നിന്ന് കറണ്ട് വലിച്ചിട്ടാണ്
പലതും ഷൂട്ട് ചെയ്യുക. അങ്ങനെയൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് അച്ഛൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. നമുക്കിപ്പോൾ MT സാറിനെ കുറിച്ച് നമുക്ക് വളരെ പ്രിയപ്പെട്ട ഒരുപാട് ചിത്രങ്ങൾ, സൂപ്പർ ഹിറ്റുകൾ മലയാളിക്ക് സമ്മാനിച്ചിട്ടുള്ള സംവിധായകൻ CB മലയിൽ സാർ ഓർക്കുന്നു. എൻ്റെ തലമുറയിൽപ്പെട്ട മലയാളത്തിലെ സംവിധായകരുടെയൊക്കെ വലിയ ആഗ്രഹങ്ങളൊന്നായിരുന്നു MT സാറിൻ്റെ തിരക്കഥയിൽ ഒരു സിനിമ ചെയ്യുക എന്നുള്ളത്. അപ്രതീക്ഷിതമായിട്ട് ആ ഭാഗ്യം യാഥാർത്ഥ്യമായിട്ട് എൻ്റെ മുന്നിലേക്ക് എത്തി. മലയാളത്തിലെ അല്ലെങ്കിൽ വിശ്വസാഹിത്യകാരനെന്ന് തന്നെ നമുക്ക് വിളിക്കാവുന്ന MT സാർ, അദ്ദേഹത്തിൻ്റെ തൂലിക എൻ്റെ ഒരു ചിത്രത്തിനായി ചലിപ്പിക്കുന്നു എന്നുള്ളൊരു അപൂർവമായ ഭാഗ്യമാണ് എൻ്റെ മുന്നിലേക്ക് എത്തിയത്. ആ തിരക്കഥ എഴുതി പൂർത്തിയാക്കി ഒരു മേശയ്ക്ക് ഇരുപുറവും ഇരുന്ന് അദ്ദേഹം തന്നെ എനിക്കത് വായിച്ചു തന്ന് എൻ്റെ അഭിപ്രായങ്ങളെ, സംശയങ്ങളെ എല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് അത് പൂർത്തീകരിച്ച് എൻ്റെ കയ്യിലേക്ക് ഏൽപ്പിക്കുമ്പോൾ എനിക്കുള്ള ഉത്തരവാദിത്വത്തെക്കുറിച്ച് നല്ല ബോധ്യം എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഏറ്റവും ശ്രദ്ധയോടെ, ജാഗ്രതയോടെ, ഭയത്തോടെ തന്നെയാണ് ഞാൻ ആ തിരക്കഥയെ സമീപിച്ചത്. എൻ്റെ ചലച്ചിത്ര ജീവിതത്തിലെ ഏറ്റവും മികച്ച സിനിമയായി സതയത്തെ ഞാൻ വിലയിരുത്തുന്നു. സതയം മോഹൻലാലിൻ്റെ അഭിനയ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചിത്രങ്ങളുടെ പട്ടികയിൽപ്പെടും എന്നും എനിക്ക് ഉറപ്പുണ്ട്. ആ സിനിമയുടെ ആദ്യ പ്രദർശനം, അതിൻ്റെ എഡിറ്റഡ് വേർഷൻ കണ്ട ശേഷം തിയേറ്ററിൽ നിന്ന് പുറത്തേക്ക് വന്നിട്ട് എൻ്റെ തോളിൽ പിടിച്ച് അദ്ദേഹത്തിൻ്റെ സ്വതസിദ്ധമായ ഇടത്തെ ചുണ്ടിൻ്റെ കോണിൽ വിരിയുന്ന ആ ചിരി തന്നെയാണ് എനിക്ക് ലഭിച്ച ഏറ്റവും വലിയ പുരസ്കാരമായിട്ടും ഞാൻ കരുതുന്നത്. ആ സ്നേഹവാത്സല്യങ്ങളെ ആവോളം അടുത്തു നിന്നും അകലെ നിന്നും ആസ്വദിക്കാനുള്ള മഹാഭാഗ്യവും എനിക്കുണ്ടായി. ഒരു വ്യക്തി എന്ന നിലയിൽ, ഒരു ചലച്ചിത്ര സംവിധായകൻ എന്ന നിലയിൽ എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യങ്ങളൊന്നാണ് അദ്ദേഹത്തിൻ്റെ തിരക്കഥയ്ക്ക് ദൃശ്യഭാഷ്യം നൽകാൻ സാധിച്ചു എന്നുള്ളത്. സദയവും ഒരു ചെറുകഥയായിരുന്നു അദ്ദേഹത്തിൻ്റെ തന്നെ. ശത്രു എന്ന് പറയുന്ന ഒരു ചെറുകഥ പിന്നീട് ചിത്രമാക്കിയതാണ്. അതിൻ്റെ അവസാനമൊക്കെ ചില ഡയലോഗുകൾ, ഭയത്തിൻ്റെ നിറം എന്താണ്, അത് പല നിറങ്ങളിൽ മാറി മാറി വരുമെന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ചില ഡയലോഗുകളും എല്ലാം ഉണ്ടായിരുന്നു. ഈ പറഞ്ഞ പോലെ ഞാൻ നേരത്തെ വിനേടുള്ളപ്പോൾ പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ സിനിമകളിൽ നിന്ന് അംഗീകാരം കിട്ടിയിട്ടുള്ള ആളുകളുടെ എണ്ണം വളരെ കൂടുതലാണ്. ഒന്ന് അത്, രണ്ട് വളരെ എസ്റ്റാബ്ലിഷ്ഡ് ആയ ഒരു എഴുത്തുകാരൻ, സംവിധായകൻ എന്നുള്ള നിലയിലാണെങ്കിലും പുതിയ ആളുകളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന കാര്യത്തിലുള്ള ധൈര്യം. PJ ആന്റണി നിർമാല്യം നാഷണൽ അവാർഡ്, മോനിഷ നഖശതങ്ങളെ നാഷണൽ അവാർഡ്, അതിൽ തന്നെ KS ചിത്രയ്ക്ക് അവാർഡ്, ONV കുറുപ്പിന് വൈശാലിക്ക് നാഷണൽ അവാർഡ്, ഓപ്പോള് ബാലങ്കേ നായർക്ക് അവാർഡ്, S ജാനകിക്ക് ഉണ്ട്. എത്രയോ അവാർഡുകൾ ഇങ്ങനെ എണ്ണി പറഞ്ഞാൽ ഇനിയും കിടക്കുകയാണ്. പിന്നെ ഞാൻ ആ തുടക്കകാലം പറഞ്ഞെന്നുള്ളൂ, പിന്നെ എണ്ണിയാലുണ്ട്. പിന്നെ ഇപ്പം ജാനകി കുട്ടി എടുത്താലും പുതിയ അഭിനേതാക്കൾ എത്രയോ സിനിമകളിൽ വരാൻ പറ്റിയിട്ടുണ്ട്. ഒടുവിൽ രണ്ടാമത് നീലത്താമര വന്നപ്പോൾ പോലും കൈലേഷ് വർച്ചന കവി ഉൾപ്പെടെ പുതിയ ആളുകൾക്ക് ആ കഥയിൽ വരാൻ പറ്റുന്ന ഒരു നോട്ട് ജസ്റ്റ് അവാർഡ്, ആ പഠനാനുഭവമാണ്. ഇറ്റ്സ് എ ലേണിംഗ് എക്സ്പീരിയൻസ്. ഒരു ആക്ടറിന് ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. അത് മഹാരഥന്മാരുടെ കീഴിൽ അഭ്യസിച്ച് കിട്ടുക എന്നുള്ളത് വലിയൊരു ബ്ലെസ്സിങ് ആണ്. ഞാൻ ഇന്നിവിടെ ഒരു ആർട്ടിസ്റ്റായിട്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ബിക്കോസ് ഓഫ് ഹരിയാനൻ സാർ, MT സാറിൻ്റെ ക്യാരക്ടേഴ്സ് ചെയ്തതുകൊണ്ട് എനിക്ക് ഇന്നും ഒരു കഥാപാത്രം വന്നാൽ നമുക്ക് കോൺഫിഡൻസോടുകൂടി അതിനെ ധൈര്യത്തോടുകൂടി അപ്രോച്ച് ചെയ്യാനുള്ള ഒരു ആത്മവിശ്വാസം തരുന്നത് ഈ ഫൗണ്ടേഷൻ. ഒരു ഓതർ ബാക്കപ്പ് എന്ന് പറയുന്നത് വലിയ കാര്യമാണ്, ഒരു കളരിയാണത്. അഭിനേതാക്കൾക്ക് സംഭാഷണങ്ങളായാലും അഭിനയത്തിൻ്റെ മീറ്റേഴ്സ് എന്തൊക്കെയാണ്, അതിൻ്റെ ടൈമിങ്, ഈ പറഞ്ഞ പോലെ സൈലൻസ് പറഞ്ഞില്ലേ, അതെങ്ങനെ എക്സ്പ്ലോർ ചെയ്യണം, എങ്ങനെ കൊണ്ടുവരണം എന്നുള്ളതൊക്കെ ഇതിലൂടെ പഠിക്കും. സുകുമാരൻ, രവിമേനോൻ, സുബർണ, വൈശാലിയിലൊക്കെ ഉള്ള രണ്ടുപേരും പുതിയതാണ്. കൽപ്പന ചേച്ചി മഞ്ഞെന്ന് പറയുന്ന പടത്തിൽ വരുന്നത്, കടവ് എന്ന് പറയുന്ന പടത്തിൽ സന്തോഷ് ആന്റണി എന്ന് പറയുന്ന ഒരു ചെക്കൻ അന്ന് അഭിനയിച്ചിരുന്നത്. ഇവരെല്ലാം പുതിയ ആൾക്കാരെ വെച്ചിട്ട് പടം. എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ അദ്ദേഹം കഥാപാത്രത്തെ എഴുതി കഴിഞ്ഞ ശേഷം നിലവിലുള്ള അഭിനേതാക്കളുടെ ആരുടെ മുഖമായിട്ടും അത് സിങ്ക് ആകുന്നില്ലെങ്കിൽ നേരിട്ട് അതിന് ഏറ്റവും ആപ്റ്റായിട്ടുള്ള ഒരാളെ പിടിച്ചെടുക്കുകയാണ്. നീലത്താമര എന്ന ചിത്രം രണ്ടാമത് വന്നപ്പോൾ പുതുതലമുറയിൽ ഒരാൾക്ക് ഭാഗ്യമുണ്ടായത് അതിലഭിനയിക്കാൻ കൈലാഷിനാണ്. കൈലാഷ് ഇപ്പോൾ MT സാറിന് ഓർക്കുന്നു. നീലത്താമര എന്ന് പറയുന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള ഓഡീഷന് വേണ്ടിയിട്ട് ആദ്യം അതിൻ്റെ സംവിധായകൻ ശ്രീ ലാൽ ജോസ് അദ്ദേഹത്തെ കാണുകയും അദ്ദേഹം ഷോർട്ട് ലിസ്റ്റ് ചെയ്ത കുറച്ച് ആൾക്കാരാണ് കോഴിക്കോട് പോയിട്ട് MT സാറിനെ കാണുന്നത്. അങ്ങനെ കോഴിക്കോട്ടേക്കുള്ള എൻ്റെ ഒരു യാത്ര, എൻ്റെ ജീവിതം മാറ്റിമറിച്ചൊരു യാത്രയെ ഞാൻ പല സ്ഥലത്തും പറഞ്ഞിട്ടുള്ളതാണ്. ലാൽ ജോസ് സാർ MT സാറിൻ്റെ മുറിയിലേക്ക് എന്നെ കയറ്റിക്കൊണ്ട് ചെല്ലുമ്പോൾ ഒരു വലിയ അദ്ദേഹം എഴുതുന്ന ഒരു
ഒരു പലക പോലൊരു ഒരു സംഭവമുണ്ട്. അതിലിരുന്ന് അദ്ദേഹം എന്തോ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ അടുത്ത് സൈഡിലുള്ള കട്ടിലേക്ക് ഇരിക്കാൻ പറഞ്ഞു. അതൊരു ഹോട്ടൽ മുറിയാണ്. അങ്ങനെ ഇരിക്കാൻ പറഞ്ഞതിന് ശേഷം ലാൽജു സാർ പുറത്തേക്ക് പോയി. അപ്പോൾ അദ്ദേഹം എന്തോ ഒന്ന് കുറച്ച് സമയം, ഏതാണ്ട് ഒരു മിനിറ്റോളമുള്ള സമയം എഴുതി തീർത്തത് ഞാൻ കാണാൻ പറ്റി. പലപ്പോഴും എം ടി സാറിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുള്ള അദ്ദേഹം തീരെ സംസാരിക്കാത്ത ആളാണ്, തീരെ വളരെ കുറച്ച് വാക്കുകൾ ഉപയോഗിക്കുന്ന ഒരാളാണെന്നുള്ളതാണ്. അദ്ദേഹമായിട്ട് പല സമയത്തും അടുത്ത് ഇടപെടാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ 2 കഥാപാത്രങ്ങൾ, നീലത്താമരയിലെ ഹരിദാസനും അദ്ദേഹം ഇപ്പോൾ അവസാനം ചെയ്ത മനോരഥങ്ങൾ എന്ന സീരീസിൽ ജയരാജ് സാറിൻ്റെ സംവിധാനം ചെയ്ത സ്വർഗം തോൽക്കുന്ന സമയത്തിലെ അച്ചു, 2 കഥാപാത്രങ്ങൾക്ക് പെർഫോം ചെയ്യാനുള്ള ഒരു വലിയ അവസരവും ദൈവാധീനവും എനിക്കുണ്ടായി എന്നുള്ളത് എന്നും എൻ്റെ ജീവിതത്തിലെ വളരെ അഭിമാനകരമായ നിമിഷമാണ്. അദ്ദേഹത്തിൻ്റെ അടുത്ത് അല്പം ഇടപെടാൻ, അദ്ദേഹത്തിൻ്റെ മുമ്പിൽ പോയി നിന്ന് ഒരുപക്ഷെ എൻ്റെ സിനിമാ ജീവിതം തുടങ്ങുന്ന നിമിഷം മുതൽ ഞാൻ ആരാണെന്ന് പരിചയപ്പെടുത്തേണ്ട ഒരു സാഹചര്യം എനിക്ക് വന്നില്ല. അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കണ്ണുകൾക്ക് എന്നെ അറിയാമായിരുന്നു എന്നുള്ളത് ഒരു വലിയ അനുഗ്രഹവുമായി ഞാൻ കരുതുന്നു. പരിണയത്തിന്റെ ക്ലൈമാക്സ് ഉണ്ട്. ഞാൻ ആരോട് വേണമെങ്കിലും ഈ കുട്ടി എൻ്റെ ആണെന്ന്, അതായത് മാധവന്റെ അതൊക്കെ ഇതൊരു ഇന്നും അത് കാണുമ്പോൾ ഞാൻ ഇതിനൊക്കെ മനോജ് കെ ജയനും ഞങ്ങൾ പറയുന്നത് ഹൗ ബ്ലെസ്ഡ് വി ആർ ലൈക്ക് ടു ബി എ പാർട്ട് ഓഫ് ദിസ്. ആൻഡ് അത് ഇന്ന് അന്ന് ഓഫ് കോഴ്സ് ആ ടെൻഷനും ഡയലോഗ് പഠിക്കലും ആ മോഡുലേഷൻ ആരൻ സാർ എങ്ങനെ പറഞ്ഞു തരുന്നോ അതായിരുന്നു അന്നത്തെ ഒരു ഇത്. ഇവൻ ദോ യൂസ് ടു അനലൈസ് ഇറ്റ്. ആ പ്രായമൊക്കെ ആകുമ്പോഴത്തേക്ക് അതിൻ്റെ ഒരു പക്വത വന്നിരുന്നു. പക്ഷേ ഇന്ന് വെൻ യു വാച്ച് ഇറ്റ്, അതിൻ്റെ ഒരു ഇറ്റ്സ് എ ട്രഷർ ആക്ച്വലി. അവിടെ ക്ലാസിക് ആൻഡ് അത് ക്രാഫ്റ്റ് ഹരൻ സാറിന്റെ. അച്ഛൻ നാളെ കുട്ടി അച്ഛൻ ആരാണെന്ന് ചോദിച്ചാൽ പറയാം നളനോ. അല്ല അങ്ങനെ അത് അല്ല, ഇവൻ വന്ന് പറയും ആദ്യം ഉണ്ണി നമ്പൂതിരിയോട് എനിക്ക് മാപ്പ് പറയണം, പിന്നെ കുട്ടിയുടെ അച്ഛനെ ഞാനാണെന്ന് എവിടെ വേണമെങ്കിലും വിളിച്ച് പറയാമെന്ന് പറയുമ്പം ഈ ഉണ്ണിമായ വന്നിട്ട് മാധവനെ നോക്കൂല. ഷീ സ്റ്റാൻഡിങ് ദെൻ അറ്റ് ദ ഡോർ. അവിടെയാണ് പവർ ഓഫ് ഫീമെയിൽ. ഭാഗ്യലക്ഷ്മി ചേച്ചി പറഞ്ഞു 3 തവണ മാറ്റി ഡബ് ചെയ്യിച്ചിട്ടുണ്ട് ആ സിനിമ മൊത്തത്തില്. ആദ്യം ഡബ് ചെയ്തു, അച്ഛൻ കണ്ടു, പോരാന്ന് പറഞ്ഞു, രണ്ടാമതൊന്ന് ചെയ്തു, അത് കഴിഞ്ഞിട്ടും പോരാന്ന് പറഞ്ഞ് ഹരൻ സാർ വിളിച്ചപ്പോൾ അയ്യോ സാർ ഞാനിത് ചെയ്താൽ ശരിയാവും. ഇല്ല, എം ടി സാർ ചില സ്പെസിഫിക് ആയിട്ട് ചില ഇൻസ്ട്രക്ഷൻസ് തന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് ക്ലൈമാക്സിൽ ഒരു വികാരവും ഇല്ലാതെ പറയണം. അതിൽ ഒരു മെലോ ഡ്രാമ വേണ്ട, ഒരു ഡ്രാമയും വേണ്ട, വളരെ പ്ലെയിൻ ആയിട്ട് പറയണം എന്ന് പറയുന്നത്. 3rd ടൈം ഡബ് ചെയ്തതിന് ശേഷമാണ് അത്രേ അച്ഛനത് തൃപ്തിയായത്. അതൊരു വികാരം ഇല്ലാതെ പറയുന്നിടത്താണ് ഇതിന്റെ ഇതങ്ങ് എലിവേറ്റ് ചെയ്തിട്ട് ഭീമനാന്ന് പറയാം, അല്ലെങ്കിൽ ഇതെന്ന് പറയാം. അല്ല, വികാരം ഇല്ലെങ്കിലും പവറുണ്ട്. ആ ദേഷ്യം ഉള്ളില് ആ കുട്ടിക്ക് അച്ഛനില്ല. സ്റ്റേറ്റ്മെന്റ് ആണ്, ആ കുട്ടിക്ക് അച്ഛനില്ല. അങ്ങനെ പേര് പറയണമെന്ന് നിർബന്ധം പറഞ്ഞാൽ പറഞ്ഞേക്ക് കുഞ്ഞുണ്ണി, മനോജിന്റെ ക്യാരക്ടറാണ് കുഞ്ഞുണ്ണി, പറഞ്ഞേക്ക് കുഞ്ഞുണ്ണി, നളൻ അല്ലെങ്കിൽ അർജുനൻ അല്ലെങ്കിൽ ഭീമൻ. കുറച്ചു മുമ്പ് സ്നേഹത്തിനെ കുറിച്ച് ഇവിടെ ആരും പറയുന്നത് കേട്ടു. എനിക്കും തോന്നിയിരുന്നു സ്നേഹം. പക്ഷെ അത് അരങ്ങത്ത് കണ്ട ഏതോ വീരനായകനോടായിരുന്നു എന്ന് പിന്നെയാണ് മനസ്സിലായത്. ഈ മാധവനോടല്ല, നിശ്ചയം. നിശ്ചയം, ഇവർക്ക് പോകാം, ഇവർക്ക് പോകാമെന്ന് മനോജനെ ഫേസ് ചെയ്തിട്ടാണ് ഈ അത് മോഹിനി അതിമനോഹര. ഇയാളാണെങ്കിൽ ഈ പ്രണയ നൈരാശ്യത്തിലാണ് കുടിച്ച് നശിച്ച് ഇങ്ങോട്ടെത്തിയിരിക്കുന്നത്. ബഹുഭൂരിപക്ഷം കഥകളിലും ട്രാജഡിയാണ്. ഇതിങ്ങനെ നഷ്ടനായകന്മാരാണ്, നഷ്ടപ്രണയങ്ങളാണ്, നഷ്ടനായികമാരാണ്. എപ്പോഴെങ്കിലും അച്ഛനോട് ചോദിച്ചിട്ടുണ്ടോ അച്ഛൻ ഇത് എന്താണ് നിങ്ങൾ എഴുതി വരുമ്പോ അവസാനം ഇതിനകത്ത് ഇതാണല്ലോ പരിപാടി എന്നുള്ളത്? പരിണയത്തിൽ ഇറ്റ് ഇസ് വുമൻ എംപവർമെന്റ്. She takes it, she rejects all this. ചെയ്തിട്ടുണ്ടെങ്കിലും ഒരാളുടെ നഷ്ടമുണ്ട് അകാരണം. അത് നിങ്ങളൊരു വലിയ വില്ലനൊന്നുമല്ല. നിങ്ങൾ പല സാഹചര്യങ്ങൾ കൊണ്ട് അങ്ങനെയായി കുടിച്ചു, നിങ്ങളുടെ ഡാൻസ് കഥകളികൾ നിങ്ങൾ നിർത്തി, അങ്ങനെയാണ് വരുന്നത്. അതിപ്പോ പഞ്ചാഗ്നിയിലെ കഥാപാത്രമൊക്കെ എല്ലാവരും സ്ത്രീ കഥാപാത്രങ്ങളൊക്കെ ബലമുള്ളതുണ്ട്. വൈശാലിയിലെ കഥാപാത്രം, ആൾക്കൂട്ടത്തിൽ തനിയിലെ കഥാപാത്രം, ആരണ്യകത്തിലെ കഥാപാത്രമൊക്കെ സ്ത്രീ വുമൺ എംപവർമെന്റ് ഒക്കെ ഉണ്ടെങ്കിലും നിങ്ങളുടെ ടോട്ടൽ എടുത്ത് പരിശോധിച്ചാൽ ഇതിനാകെ എപ്പോഴും ഭൂരിപക്ഷ കഥകളിലും വലിയ നഷ്ടങ്ങൾ ഉണ്ടാകുന്ന, അത് ശരിക്ക് വ്യവസായ സിനിമയ്ക്ക് ചേർന്നൊരു പാറ്റേൺ അല്ല. വ്യവസായ സിനിമ, കൊമേഴ്സ്യൽ സിനിമയിൽ എപ്പോഴും ഹീറോ സക്സസ്ഫുൾ ആയിട്ട്
അങ്ങനെ പോകുന്ന സിനിമകളാണ് ഹിസ്റ്ററിയിൽ ഏറ്റവും കൂടുതൽ ഹിറ്റായിട്ടുള്ളത്. പക്ഷെ ഇത് നോക്കൂ, ഒരുമിക്ക സിനിമകളുടെയും ഒരു കഥാന്ത്യത്തിൽ ഒരു വലിയ പ്രശ്നം ഉണ്ടാകുന്നുണ്ടോ? ചോദിച്ചിട്ടുണ്ടോ അച്ഛനോട് എപ്പോഴെങ്കിലും? ഞാൻ ചോദിച്ചിട്ടില്ല. കാരണം അതൊന്നും എന്തെങ്കിലും ചോദിക്കാനുള്ള ധൈര്യമൊന്നും ഒരിക്കലും ഉണ്ടായിട്ടില്ല. പക്ഷെ ഞങ്ങൾക്ക് അങ്ങനെ പേടിക്കാം, നിങ്ങൾക്ക് അങ്ങനെ ഒരു ധൈര്യത്തിന്റെ പ്രശ്നമുണ്ടോ? തീർച്ചയായിട്ടും ഇതൊരു അപൂർവ സംഗമമാണ്. അമൃത TV പ്രേക്ഷകർക്ക് നൽകുന്ന അമൂല്യ വിഷു കൈനീട്ടം. 20 വർഷത്തെ നിറവാർന്ന അനുഭവത്തിൽ നിന്നും ഉരുത്തിരിഞ്ഞ സരസ സല്ലാപം. ഇന്ന് ഇവിടെ നിൽക്കുന്നതിൽ ഒരു പ്രത്യേക സന്തോഷമുണ്ട്. എൻ്റെ 28 വർഷവും കൂടെ പൂർത്തീകരിക്കുന്ന ഒരു സമയമായിട്ടും കൂടെ ഞാനിത് ഉപയോഗിക്കുകയാണ്. വിഷുദിനത്തിൽ നിങ്ങൾക്കായി നിറസല്ലാപം. ഒരാളെ കൂടെ ഞാനിന്ന് ഇപ്പോൾ ഇങ്ങോട്ടേക്ക് വിളിക്കുകയാണ്. അദ്ദേഹം എഴുത്തിന്റെ പല വഴികളിലൂടെ സഞ്ചരിക്കുന്ന ഒരാളാണ്. പുതിയ കാലത്തെ എഴുത്തുകാരിൽ ഏറ്റവും പ്രഗത്ഭരായ ആളുകളിൽ ഒരാളാണ്. കവിയാണ്, ഗാനരചയിതാവാണ്, അത്യാവശ്യം തിരക്കഥ ഒക്കെ എഴുതുന്ന ഒരാളാണ്, ചെറുകഥകൾ എഴുതുന്ന ഒരാളാണ്. സർവോപരി ഞങ്ങളുടെ വലിയ സുഹൃത്താണ്. സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു പ്രിയപ്പെട്ട ഹരിനാരായണൻ. ഹരി നമസ്കാരം, സ്വാഗതം. ഹരി, ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ പുതിയൊരു കാലത്തിന്റെ എഴുത്ത് വഴികളിൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആ മേഖലകളിൽ അവിടെ ഇപ്പൊ അങ്ങനെ വിരാജിക്കുന്നവരുടെ എണ്ണം താരതമ്യേന കുറവാണ്. അവിടുത്തെ ഒരു ശക്തമായ സാന്നിധ്യമായിട്ട് നിൽക്കുന്ന ആളാണ് ഹരി. മാത്രമല്ല MT സാറിന്റെ കൂടെ ചില യാത്രകൾ ചെയ്യാനും അടുക്കാനും, ഇപ്പം നേരത്തെ അശ്വതി പറഞ്ഞ പോലെ നമുക്ക് അടുക്കാനൊക്കെ സന്ദർഭം കിട്ടിയിട്ടുണ്ടെങ്കിലും വെറുതെ ഒരു പേടിയുണ്ട് അങ്ങോട്ട് പോകാനായിട്ട്. ഈ സൃഷ്ടികളൊക്കെ ഓർത്തിട്ടും അല്ലാതെ ബഹുമാനം കൊണ്ടുണ്ടാകുന്ന ഭയം. എന്നാൽ ഹരിക്ക് യാദൃശ്യമായിട്ട് അങ്ങനെ ഒന്നിച്ച് യാത്ര ചെയ്യാനും കുറെ ഒരു സൗഹൃദം ഉണ്ടാക്കാനും ഒക്കെ ഭാഗ്യം ലഭിച്ചിട്ടുള്ള ആളാണ് അല്ലേ? സൗഹൃദം എന്ന് പറയാൻ പറ്റില്ല, അത് ശരിയല്ല. പക്ഷെ എന്നാലും ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. അതിന് ഒരു കാരണം MT സാറിൻ്റെ കൂടെ ഒരുപാട് യാത്ര ചെയ്തിട്ടുള്ള കറണ്ട് ബുക്സിൻ്റെ പെപ്പിൻ തോമസ് ആണ്. അത് നമുക്കൊക്കെ അറിയുന്ന, പിഷാരടിക്കും അറിയാം, നമ്മൾ ഒരുമിച്ചുണ്ടായിരുന്ന ദുബായിലെ ഏഷ്യാവിഷൻ അവാർഡ് ഉണ്ടല്ലോ, നിസാർ സെയ്ദ് ചെയ്യുന്ന പരിപാടി. അതെ അതെ. അപ്പോൾ യൂസഫ് ലെൻസ്മാനും ഒക്കെയുള്ള ഇവിടെ ദുബായിൽ വെച്ചിട്ട് ആണ് എനിക്ക് അദ്ദേഹത്തിൻ്റെ ഒപ്പം 3 ദിവസം അദ്ദേഹത്തിൻ്റെ റൂമിൻ്റെ തൊട്ടപ്പുറത്തെ റൂമായിരുന്നു എനിക്ക് ഉണ്ടായിരുന്നത്. അപ്പോൾ അത് പെപ്പിൻ ചേട്ടൻ പരിചയപ്പെടുത്തി. അതിന് വേറൊരു കാരണം ഉണ്ടായിരുന്നു. അന്ന് അദ്ദേഹത്തിന് ലൈഫ് ടൈം അച്ചീവ്മെൻ്റ് കൊടുക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങളെയും കഥകളെയും ഒക്കെ വെച്ച് ഒരു പാട്ട് എഴുതാൻ പറ്റി. ആ പാട്ട് അവിടെ ചെയ്തിരുന്നു. ആ പാട്ട് അദ്ദേഹത്തിനെ കേൾപ്പിച്ച് പെപ്പിൻ ചേട്ടൻ തന്നെ പരിചയപ്പെടുത്തുകയാണ് ഉണ്ടായത്. അപ്പോൾ നമ്മൾ പേടിച്ചിട്ടാണല്ലോ ചെല്ലുന്നത്. അങ്ങനെ ചെന്ന് അവിടെ ഇരിക്കാൻ പറഞ്ഞു, സംസാരിച്ചു. അപ്പോൾ പാട്ട് എഴുതുന്ന ആളാണ് എന്ന് പറഞ്ഞപ്പോൾ എന്നോടൊരു കഥ പറഞ്ഞു തന്നു. ഒരുപക്ഷെ അത് ഞാൻ പിന്നീട് അതൊരു ഉപദേശമായിട്ടാണ് എടുക്കുന്നത്. ഈ നഗരമേ നന്ദി എന്ന് പറയുന്ന സിനിമയിൽ നമുക്കൊക്കെ അറിയുന്ന മഞ്ഞണി പൂനിലാവ് എന്ന് പറയുന്ന പാട്ട് ഭാസ്കര മാഷാണ് എഴുതിയത്. ആ പാട്ട് MT സാറിൻ്റെ തിരക്കഥയാണല്ലോ. അപ്പോൾ MT സാറ് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ഇവർ രണ്ടുപേരും പാട്ട് എഴുതുന്ന സമയത്ത് ഭാസ്കര മാഷ് സീനിയറാണ്. അപ്പോൾ നിങ്ങളൊക്കെ എൻ്റെ മുമ്പിലിരിക്കണ പോലെ ഞാൻ അന്ന് ഭാസ്കര മാഷിൻ്റെ മുമ്പിലിരിക്കുകയായിരുന്നു എന്നാണ്. അപ്പം എഴുതി കഴിഞ്ഞ് ഇതിങ്ങനെ വായിച്ച് നോക്കിയിട്ട് അപ്പോൾ ഭാസ്കരൻ മാഷ് ഇങ്ങോട്ട് ചോദിച്ചു, ഇത്ര വാസുവിന് എന്തെങ്കിലും സംശയം ഉണ്ടോ എന്ന് ചോദിച്ചു. ഇല്ല, അങ്ങനെ ഒന്നുമില്ല, അല്ല എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ എന്നാണ്. അപ്പോൾ MT സാറ് ചോദിച്ചു, ഇത്ര ഈ താനിയൂരമ്പലത്തിൽ കഴകക്കാരനെ പോലെ താമരമാലയുമായി ചിങ്ങമെത്തുമ്പോൾ എന്നുള്ളൊരു വരി അതിലുണ്ടല്ലോ. അപ്പോൾ പറഞ്ഞു, ഈ താനിയൂരമ്പലം എവിടെയാ മാഷേ എന്ന് ചോദിച്ചു. ഇത്ര അപ്പോൾ ഭാസ്കരൻ മാഷ് തിരിച്ചു, അത് വാസുവിൻ്റെ നാട്ടിൽ ഈ കുമ്പടി ആ ഭാഗത്തുള്ള ഒരു അമ്പലമായിട്ട് തോന്നണില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ പക്ഷെ എവിടെയാന്ന് മനസ്സിലാവുന്നില്ല. അപ്പോൾ അല്ല തോന്നണില്ലേ എന്ന് ചോദിച്ചു. അങ്ങനെ തോന്നിയാൽ മതി, അങ്ങനെ ഒരു അമ്പലമില്ല, പാട്ടെഴുത്തിൽ ഇങ്ങനത്തെ തോന്നലേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് സാറ് എന്നോട് പറയണം, അതായത് നമ്മുടെ ജീവിതത്തിൽ ഒരാളും ഇപ്പോൾ ഒരു പ്രണയിനിയെ നഷ്ടപ്പെട്ടാൽ നമ്മൾ പാട്ട് പാടുന്നില്ല, ജയിലിൽ കിടന്നു കഴിഞ്ഞാൽ പാട്ട് പാടുന്നില്ല,
അമ്മ മരിച്ചു കഴിഞ്ഞാൽ പാട്ട് പാടുന്നില്ല, മരം ചുറ്റി പ്രേമിക്കുമ്പോൾ പാട്ട് പാടുന്നില്ല. പക്ഷെ എത്ര റിയലിസ്റ്റിക് ആയിട്ടുള്ള സിനിമയിലും പാട്ട് വരുന്നുണ്ട്. ഇതൊരു അൺറിയലാണ്. അപ്പോൾ പാട്ടിൽ ഉപയോഗിക്കുന്ന സാധനങ്ങളും അൺറിയൽ ആവുക വേണ്ടു, പക്ഷെ റിയൽ ആണെന്ന് തോന്നും വേണം. അതാണ് പാട്ടിൽ എഴുതേണ്ടത്, അങ്ങനെയാണ് വേണ്ടത്. അദ്ദേഹത്തിൽ നിന്ന് ആദ്യം കിട്ടിയ ഉപദേശം അതാണ്. ഒന്നാമത് എം ടി സാർ വന്നതിന്റെ ടെൻഷൻ, നെർവസ്നെസ്, ഈ എന്താണ് ഗാംഭീര്യം വേണം, ഇതൊക്കെ ഉണ്ട്. അപ്പൊ ഞാനിങ്ങനെ ഇങ്ങനെ കൈയൊക്കെ വെച്ച് ഇങ്ങനെ ഐ വാസ് വെരി സ്റ്റിഫ്. ആ സിനിമ കണ്ടെന്ന് അറിയും. അപ്പൊ എന്നെ നോക്കിയിട്ട് പറഞ്ഞു കുറച്ചുകൂടെ ഗൗരവമാവാം എന്ന് പറഞ്ഞു. ദിസ് ഇസ് എക്സാക്ട് ലൈൻ, കുറച്ചുകൂടെ ഗൗരവമാകാം. ഒരുപാട് പാട്ടിന്റെ കളക്ഷനുള്ള ഒരുപാട് പേരോട് ചോദിച്ചു, ആരടുത്ത് ഈ പാട്ട് ഇല്ല, ഇത് റെക്കോർഡ് ചെയ്ത് എവിടെയാണ് എന്നുള്ളത് അറിയില്ല. അങ്ങനെ ഒരു പാട്ട് കൂടി അദ്ദേഹത്തിന്റെ ഉണ്ട്. എൻ്റെ ആദ്യത്തെ കേരളത്തിന് പുറത്തേക്കുള്ള യാത്ര 2.5 വയസ്സുള്ളപ്പോൾ മഞ്ഞൻ്റെ ഷൂട്ടിന് നൈനിറ്റാൾ ആദ്യത്തെ യാത്ര. എനിക്ക് ഓർമ്മയില്ല, ഫോട്ടോസ് കാണുമ്പോഴേ അറിയുള്ളൂ. അദ്ദേഹം സാമൂഹികമായിട്ട് നടത്തുന്ന ഇടപെടലുകൾ, ഇപ്പം മുത്തങ്ങയിൽ ആദിവാസികൾക്കെതിരെ വെടിവെപ്പുണ്ടായ സമയത്ത് വളരെ ശക്തമായിട്ട് പ്രതിഷേധിക്കുകയും സമാനമായ രീതിയിൽ മാറാട് സംഭവം ഉണ്ടായ സമയത്ത്, അപ്പോൾ അങ്ങനെ വളരെ ശ്രദ്ധേയമായിട്ടുള്ള സാമൂഹിക വിഷയങ്ങളിൽ ഇടപെട്ടുകൊണ്ട് MT ചെയ്തിട്ടുള്ള പ്രവർത്തനം.